Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La ilaha illa Dingah. La ilaha illa ടീച്ചർ നമസ്കാരം, കേൾക്കാലോ? കേൾക്കാം. യെസ്. ഇന്നലത്തെ ക്ഷീണം മാറിയോ? നമ്മളുടെ ഒരു മുസ്ലിം ലീഗുകാരനെ ഇട്ട് ഓടിക്കുന്നത് കണ്ടു. സത്യം പറഞ്ഞ ടീച്ചറുള്ളതായിട്ട് ശരി, ടീച്ചറുള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നുസ്രത്ത് ജഹാനുണ്ട് കാര്യം അവിടെ വന്നപ്പോൾ കാണുകയും ചെയ്തു. പക്ഷെ പിന്നീടാണ് ടീച്ചർ വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നുള്ളത് അതവിടെ കണ്ടു ഇന്നലെ. എന്തായാലും ആ ഒരു അനുഭവവും അവിടെ നടന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ അത് കൂടാതെ ഇന്നലെ ആ ഒരു സമയക്കുറവ് കൊണ്ട് പറയാൻ പറ്റാതെ പോയ പല കാര്യങ്ങളും ചേർത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് ടീച്ചർ ഇന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും വന്നതിന്, ജോയിൻ ചെയ്തതിന് നന്ദി. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഇവിടെ ചാനലിൽ ഇന്ന് കൂടുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം ഞാനൊന്ന് ഓർമ്മിക്കുകയാണ്. ഈ വീഡിയോ ഇത് ഞാനൊക്കെ മതം വിടുന്ന ആ ഒരു പ്രോസസ്സ് അത് നടക്കുന്ന കാലഘട്ടം, അതായത് ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ, അതായത് ഇസ്ലാമിലെ സ്ത്രീ വിരുദ്ധതയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം മതം വിടുന്നതിലേക്ക് വഴിവെച്ച രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം. ആദ്യത്തേത് അടിമത്തം തന്നെയാണ്. അങ്ങനെ ഈ രണ്ടാമത്തെ വിഷയമായ ഈ സ്ത്രീ വിരുദ്ധത അത് ഇസ്ലാമിൽ ഉള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഈ കണ്ട ഒരു വീഡിയോ ആണിത്. ഇതൊക്കെ കണ്ടിട്ടും കൂടിയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. ഇതേപോലെ പല ആളുകളും ജബ്ബാർ മാഷ് പറഞ്ഞതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടീച്ചറുടെ ആ ഒരു യാത്രയിൽ ഈ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുന്ന വിഷയം, അല്ലെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യമെന്ന് ഇവിടെ ഈ ടൈറ്റിലിൽ കാണുന്ന വിഷയം, അതെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഒന്ന് ടീച്ചർ ഒന്ന് ആലോചിക്കുമ്പോൾ ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും വെച്ച് കമ്പയർ ചെയ്തിട്ട് ടീച്ചർക്ക് എന്താണ് അതിൽ ആമുഖമായിട്ട് പറയാനുള്ളത്? ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയാം. ഇല്ല, ഈ വീഡിയോ ഞാൻ ചെയ്ത വീഡിയോ ആണ്, ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട്. ഞാൻ നന്നായിട്ട് പഠിച്ച് ഒരുപാട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ ആണത്. കാരണം അന്ന് നമുക്ക് പറയാൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലുണ്ട്. ഇപ്പോൾ ഞാൻ പഠിച്ചത് മലപ്പുറം ജാമിയ നദ്വിയ അറബിക് കോളേജിലാണ്. അവിടെ പെൺകുട്ടികൾക്ക് ഒരുപാട് വിലക്കുകൾ ഉണ്ടായിരുന്നു. ആൺകുട്ടികൾക്ക് പുറത്തു പോകാം, അന്ന് ഫോണൊന്നും ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ആകെ വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് 5 മണി മുതൽ ഒരു 6:30 മഗ്‌രിബിന്റെ നമസ്കാര സമയത്ത് മാത്രം ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ ഏകദേശം ഒരു 700-740 കുട്ടികളുണ്ട്. ഇത്രയും കുട്ടികളുടെ ആരെന്നും പറഞ്ഞാൽ എപ്പോൾ വിളിച്ചാലും ഫോൺ ബിസി. പിന്നെ എനിക്ക് പിന്നെ വിളിക്കാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും വിളിച്ചിട്ടുമില്ല. ആ ചുമരുകൾക്കകത്താണ് നമ്മുടെ ജീവിതം.
തളച്ചിടപ്പെട്ടത്. അപ്പോൾ എപ്പോഴും ആരും ഇല്ലാത്ത ആളുകളെ, എനിക്ക് പ്രത്യേകിച്ച് അവിടെ കൊണ്ടാക്കി എന്നുള്ളതല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ വീട്ടിൽ നിന്ന് ആര് വർഷങ്ങളായിട്ട് ആ സ്ഥാപനത്തിലേക്ക് വരികയോ എന്നെ കുറിച്ചിട്ടൊന്ന് വിളിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. റമദാനായാലും ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും എല്ലാ വെക്കേഷനും ഞാൻ അവിടെ ഉണ്ടാവും. പോകാനിടമില്ല. അങ്ങനെ തന്നെയാണ് അവിടെ നിന്നിരുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞങ്ങൾ 13 മക്കളുണ്ട്. അപ്പൊ ഇത്രയും ആളുകൾക്ക് ഞാനൊരു പെൺകുട്ടിയായി പോയി എന്നതായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ഒരു സഹോദരന്റെ വീട്ടില് എന്നെ കൊണ്ടുപോയി ഒരു മാസത്തോളം അവിടെ നിന്നു. അപ്പോ എന്റെ സഹോദരന്റെ ഭാര്യ പറയാണ്, പെണ്ണാണ്, ഇനി ഇതിനെ കെട്ടിച്ചു കൊടുക്കണം, ഇതിനെ പഠിപ്പിക്കണം, നമുക്ക് വലിയ ബാധ്യതയാണ്. അതിന്റെ പിറ്റേ ദിവസം തന്നെ എന്റെ സഹോദരൻ എന്നോട് പറഞ്ഞു, ഒന്ന് ഒരുങ്ങിക്കോ, നമുക്ക് മൂത്ത സിസ്റ്ററുടെ വീട് വരെ പോകാം. അങ്ങനെ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് സിസ്റ്ററോട് പറയാണ്, എനിക്ക് 2 മക്കളുണ്ട്, അവരെ വളർത്തണം, എനിക്കിങ്ങനെ അവളുടെയും കൂടി ബാധ്യത ഏറ്റെടുക്കാൻ പറ്റില്ല. ഞാൻ എന്റെ സിസ്റ്ററോടൊപ്പം നേരിട്ട് പറയാൻ മടിച്ചിട്ട്, എന്റെ സിസ്റ്റർ അറബി കോളേജ് അധ്യാപികയാണ്, ഞാനൊരു കത്ത് എഴുതുകയാണ്, എന്നെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കി ഞാൻ അവിടെ നിന്ന്. അപ്പൊ പെണ്ണായി പോയി എന്നത് കൊണ്ട് ഇവർക്കൊക്കെ നമ്മളെ നിർത്താന് നോക്കാന് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണ് എന്നെ എറണാകുളത്ത് പുല്ലേപ്പടി യത്തീംഖാനയിൽ കൊണ്ടുപോയി ആക്കുന്നത്. അവിടെ നിൽക്കുമ്പോഴാണെങ്കിലും ഈ ആരുമില്ലാത്തവരെ ആണല്ലോ മറ്റുള്ളവർക്ക് എളുപ്പം, ചാഞ്ഞ കുഞ്ഞിലല്ലേ. അപ്പൊ ആരെവിടെ എന്ത് തെറ്റ് ചെയ്താലും നമുക്കിട്ടാണ് കിട്ടുക, നമുക്ക് ചോദിക്കാൻ ആരുമില്ല. അപ്പൊ ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെ ജാമിയ നദവി അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ അന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ, നമുക്ക് A1 A2 A3 അങ്ങനെയാണ് പ്രിലിമിനറി കോഴ്സുകൾ. അത് കഴിഞ്ഞ് F1 ഫൈനൽ, F1 F2 F3. അപ്പൊ F1 ഇല്ല, ഫൈനലാണ്. അപ്പൊ അതിന് പഠിക്കുന്ന സമയത്ത് ബോർഡില് എന്റെ ഒരു കൂട്ടുകാരി ഒരു ചിത്രം വരച്ചിടുകയാണ്. അപ്പൊ ഈ അധ്യാപകന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്, ഇവർ ഒറ്റമുണ്ട് കൊടുത്തിട്ടാ വരിക. അപ്പൊ ഇവര് മേശയുടെ പുറത്ത് കാലിന്റെ മുകളിൽ കാലിട്ട് ഇരിക്കുക. ഞങ്ങൾ 40-45 പെൺകുട്ടികൾ 2 റോ ആയിട്ടിരിക്കുക. അപ്പൊ ഞങ്ങളുടെ ആ പ്രായവും കൂടിയാണ്, ഒരു 20-21 വയസ്സ് പ്രായമാണ്. അപ്പൊ ഇയാളിങ്ങനെ എപ്പോഴും ഒരു കാലെടുത്ത് അടുത്ത കാലിലിടും, ആ കാലെടുത്ത് ഇപ്പുറത്തെ കാലിലിടും, അങ്ങനെയാണ് നിൽക്കുന്നത്. അയാൾക്ക് വലിയ പ്രായമില്ല, ഞങ്ങൾക്ക് അന്നൊരു 20-21 വയസ്സ്, ഇദ്ദേഹത്തിന് ഒരു 26-27 വയസ്സ്, ബാച്ചിലറാ. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ ഈ പേനയുടെ അടപ്പൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ എറിയും. എന്തിനാ എറിയുന്നത്, അങ്ങനെയെങ്കിലും ഒരു വെളിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഞങ്ങളെല്ലാം കൂടെ ഒത്തോണ്ടാണ്. അങ്ങനെ ഒരു ദിവസം ഇയാള് ക്ലാസ്സിൽ വരുന്ന സമയത്ത്, ആള് മരിച്ചു കേട്ടോ, ഇപ്പൊ ഇല്ല, അപ്പൊ ഒരു കാർ അപകടത്തില് മരിച്ചു. അങ്ങനെ വരുന്ന സമയത്ത് എന്റെ കൂട്ടുകാരി ഒരു ചിത്രം വരച്ചിട്ടു ബോർഡില്. ഈ ചിത്രത്തില് പിന്നെ ഇയാളുടെ ജെട്ടി അടക്കം കാണാം, ഒരു ഒറ്റമുണ്ടാണ്. അപ്പൊ ചെറുതായിട്ട് ചോക്കിട്ടിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വരച്ചിട്ടു. അപ്പൊ ഇയാളിങ്ങനെ കൈ പൊക്കുമ്പോഴേക്ക് കൈ ഭയങ്കര ലൂസായിട്ടുള്ള ഹാഫ് കൈ ആയിടുക. അപ്പൊ ഇയാളുടെ സുന കാണുന്ന രൂപത്തിൽ, ജെട്ടി വരെ കാണുന്ന രൂപത്തിൽ ഒരു ചിത്രം മേശയുടെ പുറത്ത് ഇയാൾ ഇരിക്കുന്നത് ബോർഡിൽ വരച്ചിട്ടു. ഇയാള് വന്ന പാടെ അല്ല, ഒരു ചോദ്യവും ഇല്ല, ഒരു ഉത്തരവും ഇല്ല. എന്നെ തെക്കത്തി എന്നാ വിളിക്കും ഈ അധ്യാപകൻ. അപ്പോ തെക്കത്തി ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് ഒരു കാരണവുമില്ല ഈ ബോർഡിൽ നോക്കുക, എന്നെ അടിക്കുക. ഒരു 6-7 അടിയൊക്കെ ഞാൻ കൊണ്ടു. അത് കഴിഞ്ഞ് ഞാൻ കയറി വടിയിൽ പിടിച്ചു തന്നു, ഇനി എന്നെ അടിച്ചാൽ ഞാനും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു അയാളോട്. ഈ കോളേജിൽ നിന്ന് പുറത്താക്കി എനിക്ക് പോകാൻ ഇടമൊന്നുമില്ല കേട്ടോ, ഇവരെല്ലാം കൂടി ഒന്നിച്ചാ ഞാൻ ഔട്ടാ. അങ്ങനെ അന്ന് എഴുതുമായിരുന്നു, സ്പന്ദനം എന്ന് പറഞ്ഞൊരു മാസികയുടെ എഡിറ്റർ ആയിരുന്നു ഞാൻ. അപ്പൊ ധാരാളം എഴുതും, ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ രസകരമായി കുറച്ച് ഹ്യൂമറൊക്കെ ചേർത്തിട്ട് എഴുതാറുണ്ടായിരുന്നു. അപ്പൊ അതിവർക്കൊരു പേടിയുണ്ട്. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, ഇനി എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചടിക്കും, ഞാൻ ഈ ക്യാമ്പസ് മൊത്തം നിങ്ങളുടെ നോട്ടീസ് ഞാൻ പതിപ്പിക്കുമെന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയതെന്നൊന്നും അറിയില്ല. ഇയാളുടെ കയ്യിൽ കയറി ഞാൻ പിടിച്ചപ്പോ ഇയാൾ ഈ വടിയൊന്നും വിട്ടു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഇനി പ്രിൻസിപ്പലിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പലിന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാനല്ലത് ചെയ്തത്. അപ്പൊ പിന്നെ ആരാണ് എന്നായി. അപ്പൊ ഞാൻ ഈ അടിയെല്ലാം വാങ്ങിയിട്ട് ഇനി കൂട്ടുകാരിയെ കൂടി ഒറ്റ കൊടുക്കണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷെ ഞാനല്ല അത് ചെയ്തത്, ഉറപ്പാണ്. അപ്പൊ ഒരു പേപ്പറിനകത്ത് എന്നോട് എഴുതി തരാൻ പറഞ്ഞു. ഞാനത് എഴുതി കൊടുത്തു. നോക്കുമ്പോ എല്ലാ അധ്യാപകന്മാരും വന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇയാളുടെ കൂടെ തന്നെ അങ്ങ്. ഇതിന്റെ ശരി തെറ്റുകൾ ഇവർ വിശകലനം ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്നോടൊന്ന് ചോദിക്കാം, നീ അത് ചെയ്തോ ചെയ്തില്ല, ഒന്നും ചോദിച്ചില്ല. എല്ലാവരും ഏകപക്ഷീയമായിട്ട് അയാളുടെ കൂടെ തന്നെ നിന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തി. അപ്പൊ വീട്ടിലും ഒരുപാട് സ്ത്രീ വിരുദ്ധതകളുണ്ട്. ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന
അവസ്ഥയിലുള്ള ആൾക്കാരാണ്. അപ്പൊ കഷ്ണങ്ങള്, മീനിന്റെ ഒക്കെ കഷ്ണങ്ങൾ വന്നിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് ചാറും ഒക്കെ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം. പിന്നെ പെൺകുട്ടികൾക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ പിന്നെ വാപ്ചി കുറച്ച് ഫോർവേഡ് ആയതുകൊണ്ട് വാപ്ചി കാക്കാമാർക്ക് ഞങ്ങളെ അങ്ങനെ ഒട്ടിക്കാനുള്ള സാധനം ഫോർവേഡ്. ടീച്ചർ ഇട്ടു. അതെ. അപ്പൊ കാക്കാമാർക്ക് വെട്ടി മുറിക്കാനുള്ള സാധനം ഇട്ടു. മീൻ ഒരു കഷ്ണം കിട്ടിയുള്ളൂ, അതുകൊണ്ട് ജാമിത മതം വിട്ടു എന്ന് നാളെ ജാമിത ഇസ്ലാം ക്ലിപ്പ് മതം ഇറങ്ങും. വിട്ടു നാളെ പറയാം. അല്ല, അവർക്കും കണ്ടന്റുകൾ വേണ്ടേ, പാവം, അവര് അതെ അതെ. ജീവിച്ചോട്ടെ. അങ്ങനെ പിന്നെ അങ്ങനെ വരുമ്പോ വാപ്ചി കുറച്ച് ഫോർവേഡ് ആയതുകൊണ്ട് ഞങ്ങൾ മദ്രസയിൽ പോയാലും ഇല്ലെങ്കിലും വാപ്ചിക്ക് അതൊന്നും വിഷയമായിരുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്കൊക്കെ നല്ല വിഷയമായിരുന്നു. അപ്പൊ വീട്ടിലും പെൺകുട്ടികളാകുമ്പോൾ കുറച്ച് മൂളിപ്പാട്ട് പാടാൻ പാടില്ല, കാലിന്റെ മുകളിൽ കാലിട്ടിരിക്കാൻ പാടില്ല, മുന്നിലോട്ട് വരാൻ പാടില്ല, സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ ഭ്രഷ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയും പെണ്ണായി പോയി. പിന്നീട് കുറച്ച് വളർന്നപ്പോഴും പെണ്ണായി പോയി. അത് കഴിഞ്ഞ് കോളേജിൽ എത്തിയപ്പോഴും പെണ്ണായി പോയി എന്നുള്ള കൊണ്ട് എന്താണ് ഈ പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിൽ ഇത്രയും പ്രശ്നം? അപ്പൊ ഞങ്ങളെ കർമ്മശാസ്ത്രം പഠിപ്പിക്കാം, ഹദീസുകൾ, ഉസൂലുൽ ഹദീസ്, ഹദീസ് മാത്രമല്ല, ഈ ഹദീസ് എങ്ങനെയാണ് വന്നത് എന്ന് പഠിക്കുന്ന ഒരു പാഠഭാഗം കൂടിയുണ്ട്. അതായത് ഹദീസിന്റെ അസ്ലുകൾ, ഹദീസിന്റെ ബേസിക് എങ്ങനെയാണ് വന്നത് എന്ന്, സനദ് ഉൾപ്പെടെ എങ്ങനെയാണ് ഈ ഹദീസ് ഉണ്ടായ പശ്ചാത്തലം എന്നൊക്കെ പഠിക്കും. അപ്പൊ ഈ ഹദീസുകൾ പഠിപ്പിക്കാം. ഈ ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഹദീസ്, പ്രവാചകൻ നാൽക്കവലയിൽ പണിയെടുത്താൽ, അങ്ങനെ തന്നെയാണ് ഹദീസ് കേട്ടോ, പ്രവാചകൻ നാൽക്കവലയിൽ പണിയെടുത്താൽ പെണ്ണു കുളിക്കണം. അപ്പൊ ഞങ്ങൾ ആ പ്രായവും കൂടി അതാണല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നാൽക്കവലയിൽ പണിയെടുക്കാം. അങ്ങനെയാണ്. അതാണ് ഫിസിക്കൽ റിലേഷൻ ആണ് ഈ പറഞ്ഞു വരുന്നത്. ഈ ഹദീസ് ഇങ്ങനെ കുറച്ച് ആലങ്കാരികമായിട്ടല്ല ഇവര് പറയാ. അപ്പോ നാൽക്കവലയിൽ പണിയെടുത്താൽ, അപ്പൊ പിന്നീട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞങ്ങൾ മാഷിനോട് ചോദിച്ചു, അല്ല പക്ഷെ പുരുഷന് കുളിയൊന്നും ഇല്ലേ? പെണ്ണ് കുളിച്ചാൽ മതിയോ നാൽക്കവലയിൽ പോയി പണിയെടുത്തിട്ട്? കൊച്ചെ, അതല്ല പറഞ്ഞത്, അത് നിനക്കത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാന് ഉസ്താദിന് വല്ലാത്തൊരു സന്തോഷം പോലെ. ഇച്ചിരി മ്യൂസിക് ഇട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. തൽക്കാലം ഇട്ടോ കുഴപ്പമില്ല. ആരും പിന്നെ അല്ല, ഇങ്ങനത്തെ കഥ, കുൽസിത കഥകളൊക്കെ പറയുമ്പോൾ മ്യൂസിക് ഇടും. അങ്ങനെ അപ്പൊ എവിടെയും സ്ത്രീകളെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമാണ് എപ്പോഴും. അപ്പോ പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ഒരു പേറിയന്ത്രമാണ്, ഭോഗവസ്തുവാണ്. പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ പർദ്ദ മാത്രമേ പറ്റുള്ളൂ. ഞങ്ങളുടെ വീട്ടില് കുടുംബത്തിൽ ഒരു കല്യാണം, അപ്പൊ എന്റെ മൂത്ത സിസ്റ്ററുടെ മോളുടെ കല്യാണമാണ്. അപ്പൊ എല്ലാവരും ഒരേപോലെ സാരിയൊക്കെ ഉടുത്തിട്ട് പോകുമ്പോൾ എനിക്ക് മാത്രം അതിനൊന്നും പെർമിഷൻ ഇല്ല. അപ്പൊ സാരി ഉടുക്കാൻ പാടില്ല, പാവാട ഇടാൻ പാടില്ല, കണ്ണെഴുതാൻ പാടില്ല, കുപ്പിവള ഇടാൻ പാടില്ല. അപ്പൊ എന്നെ വിവാഹം കഴിച്ചതും ഒരു മുജാഹിദ് ആളായിരുന്നു. അപ്പൊ ആളിനും അങ്ങനെ തന്നെയാണ്, ഭയങ്കര നിബന്ധനകളാണ്, പർദ്ദ തന്നെ നിർബന്ധമാണ്. പിന്നെ ഞാൻ എന്റെ താല്പര്യം കൊണ്ട് ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് വണ്ടിയൊക്കെ ഓടിക്കാൻ ഞാൻ അപ്പൊ തന്നെ തുടങ്ങി. സ്കൂട്ടറൊക്കെ എടുക്കാനും കാർ എടുക്കാനും കാർ ഓടിക്കാനും ഒക്കെ അപ്പൊ തന്നെ തുടങ്ങി. അന്നേരം തന്നെ എന്നെ വീട്ടുകാർക്ക് ഭയങ്കര ഒരു ഭ്രഷ്ടായിരുന്നു. പെണ്ണ് മോശമാണ്, പർദ്ദയും മക്കനെ ഇട്ട് ഖുർആൻ പഠിച്ചിട്ട്, ഖുർആൻ കാണാപ്പാഠം കൂടി പഠിച്ചിട്ട് ഇത് മോശമാണ്. അവരൊക്കെ ഇന്ന് കാറും ബൈക്കും ഓടിച്ചാ നടക്കുന്നത് കേട്ടോ. അന്ന് എന്നെ പറഞ്ഞ ആളുകള് ഇന്ന് അങ്ങനെയാ. അപ്പൊ അന്ന് ജീൻസും ടീഷർട്ടും അന്ന് പർദ്ദയ്ക്ക് അകത്തിടുമായിരുന്നു. അവരൊക്കെ ഇന്ന് ഓപ്പൺ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പർദ്ദയും ഒക്കെ മാറ്റി ആ ജീൻസും ഷർട്ടും ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, പുരോഗമനമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു പോസ്റ്റ് എഴുതുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി വന്നപ്പോ ഒരു പോസ്റ്റ് എഴുതുകയാണ് ഞാൻ. അതായത് ആമീൻ അറബി അല്ല, ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് എഴുതുന്ന ഒരു പോസ്റ്റ് അതാണ്. ആമീൻ എന്ന് പറയുന്നത് ഹീബ്രു ഭാഷയാണ്. അതിന്റെ അർത്ഥം സോ ബി ഇറ്റ്, അത്രേ ഉള്ളൂ. അതല്ലാതെ എന്റെ പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കണേ എന്നൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് പാച്ചല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കോവളം റൂട്ടാണ്, അവിടെ ഒരു ഡേ കെയർ സെന്റർ ഉണ്ടായിരുന്നു, ഒരു മോണ്ടിസോറി. അവിടെയാണ് പഠിപ്പിച്ചിരുന്നത്. കുറച്ച് കുട്ടികളെ, അതുപോലെ വലിയ സ്ത്രീകളെ, കൗമാരക്കാരെ ഒക്കെ കേന്ദ്രീകരിച്ച് എല്ലാ ഞായറാഴ്ച ദിവസവും വൈകിട്ട് ഖുർആൻ ക്ലാസ് ഈ കിൻഡർ ഗാർഡനില് അങ്ങനെ പഠിപ്പിച്ചിരുന്ന സമയത്ത് അന്ന് കുറെ CPIക്കാര് എന്റെ വീട് അന്വേഷിച്ച് വരികയും പിന്നീട് ആ സ്ഥാപനത്തിന് കല്ലെറിയുകയും പിന്നീട് ആ സ്ഥാപനത്തിന് ജാമിദ ക്ലാസ് എടുക്കണ്ട എന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് ഡോക്ടർ ജലീൽ കുറ്റിയേക്കാട് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്. അദ്ദേഹം ചെങ്ങന്നൂരിന്റെ വിഭാഗത്തിലുള്ളതാണ്, ഡോക്ടർ അബ്ദുൽ ജലീൽ കുറ്റിയേക്കാട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഇതേ ആശയം സ്വീകരിക്കുന്ന ഞങ്ങളിൽ കുറച്ച് ആളുകൾ, അതാണ് ചെങ്ങന്നൂർ മൗലവി. അപ്പോ
ഈ ചേകനൂർ മൗലവിയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ എന്നോട് ഒരു ജൂലൈ 31 ചേകനൂറിന്റെ ഒരു അനുസ്മരണം നടക്കുന്നുണ്ട് കണ്ടംകുളം ജൂബിലി ഹാളിൽ കോഴിക്കോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. അങ്ങനെ വന്നപ്പോ ഒരുപാട് സ്ത്രീകളുണ്ട്. ഹദീസുകളായിരുന്നു അവരുടെ പ്രശ്നം. അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് ഖുർആനിലേക്കും ഹദീസിലേക്കും തിരിഞ്ഞതും. അങ്ങനെ ഹദീസുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പിന്നീട് എനിക്കൊരു ധൈര്യമുണ്ടായി. കാരണം ഞാൻ മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കുന്ന ആള്, ഒരുപാട് പേര് ഇതുപോലെ ചിന്തിക്കുന്നുണ്ട്. അതാണല്ലോ കറണ്ട് അപ്പുറത്തെ വീട്ടിലും പോയിട്ടുണ്ട്. അതാണ് കറണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട്. അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു. അങ്ങനെയാണ് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. പിന്നീട് യുക്തിവാദി സംഘത്തിന്റെ വേദികളിലൊക്കെ വന്നു. ശരി, പിന്നീട് എനിക്കൊരു ധൈര്യമായി. കാരണം ഇതുപോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ എന്നായി. ഇപ്പോ അതിന്റെ ഒരു പ്രോഫിറ്റ് ഉണ്ട് കേട്ടോ. ഇന്ന് ജാമിയ നദവിയ അറബി കോളേജിൽ എന്റെ കൂടെ പഠിച്ചതിൽ വലിയ ഒരു വിഭാഗം കുട്ടികൾ എന്നെ പോലെ ചിന്തിക്കുന്നവരായി മാറി. ഒരൊറ്റ കാര്യം, എന്നെ പോലെ ചിന്തിക്കുന്നവരായി. ഈ ജാമിയ നദവിയയിലൊക്കെ പഠിച്ച് മതം, അതിൻ്റെ എല്ലാ സംഗതി സാധാരണ മദ്രസയിൽ പഠിക്കുന്ന പോലെയല്ല. ഇത്രയും പഠിച്ച ജാമിതയല്ലേ ഇന്നലെ നമ്മളുടെ ഷാക്കിർ എന്ന നമ്മളെ ടൈറ്റിലിട്ട മാതിരി മൂരിയും കഴുതയും പട്ടിയും പെണ്ണും എന്ന് പറയുന്നതിലെ മൂരി ഇന്നലെ വിശേഷിപ്പിച്ചത്. എന്തേലും ജാമിതയ്ക്ക് ഇതൊന്നും അറിയില്ല, ജാമിത ഒന്നും പഠിച്ചിട്ടില്ല, തെറ്റിദ്ധാരണയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ അവിടെ ഇരുന്ന് അദ്ദേഹം പറഞ്ഞ ആ വിഷയങ്ങൾ, അതിൽ തെറ്റിദ്ധാരണയാണെന്ന് നമ്മളെ ആരോപിച്ച വിഷയങ്ങൾ, ടീച്ചർ പറഞ്ഞതിന് ഞാൻ പറഞ്ഞതിനൊക്കെ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സത്യത്തില് ഈ ഷാക്കിർ പറഞ്ഞത്, തോന്നിയതുപോലെ ജീവിക്കാനാണ് നിങ്ങളൊക്കെ മതം വിട്ടത്. നിങ്ങൾക്ക് മതത്തിന്റെ ബാലപാഠം പോലും അറിയാത്ത 3 പേരാണ് എന്റെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ബാലപാഠം അങ്ങ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പണ്ഡിതനല്ല എന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയോ അറിയുകയോ ചെയ്യുന്ന ഒരാളും നമ്മളെ എതിർക്കില്ല. കാരണം ഇതൊക്കെ ഈ പുസ്തകത്തിനകത്തുണ്ട്. ഈ പുസ്തകത്തിനകത്തുണ്ട് എന്ന ബോധം അവർക്കുണ്ട്. ഇന്നലെ ഒരു പ്രമുഖ പണ്ഡിതൻ, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ AP ന്യായീകരിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്ന ഒരു പുരോഹിതനാണ്. ഒരു ചാനലിൽ നിന്ന് എന്നെ വിളിക്കുകയാണ്, ടീച്ചർ ഈ ചർച്ചയ്ക്കൊന്ന് കയറണം, കാന്തപുരത്തിന്റെ വിഷയം. ശരി, കയറാം, കുഴപ്പമില്ല. അപ്പൊ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞത് നിങ്ങളാണെങ്കിൽ അയാൾ വരത്തില്ല എന്ന് പറഞ്ഞു. നമ്മളെ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? അതാ ഞാൻ ചോദിച്ചത്. ഇന്നത്തെ നമ്മളെ തംബ്നെയിലൂടെ എന്തിനാണ് ജാമിതയെ പേടിക്കുന്നത്? നമ്മളെ പിന്നെ പേടിക്കണത് പോട്ടേന്ന് വെക്കാം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്തിനാണ് ഒരു പെണ്ണിനെ പേടിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. പെണ്ണിനെ പേടിക്കുന്നത് എന്തിനാ? തന്നെയുള്ള ഞാന് ഇവർക്ക് ഒരു ഡിബേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചാലഞ്ച്. ഒരു 4 വർഷമാകും. പിന്നെ നമ്മുടെ DC ബുക്സ് സംഘടിപ്പിച്ച ഒരു ലിറ്ററേച്ചർ ഉണ്ടല്ലോ, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ്. അതിനകത്ത് ഞാൻ ഇവരോട് പറഞ്ഞത്, 3 മിനിറ്റ് എനിക്ക് തന്നാൽ മതി, ഈ ഗ്രന്ഥം മാനവിക വിരുദ്ധമാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. അറബി ആണെങ്കിൽ അറബി, ഞാൻ റെഡിയാണ്. പക്ഷെ ഇതുവരേക്കും അവർ ആ ചാലഞ്ച് ഏറ്റെടുത്തിട്ടില്ല. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇത് എവിടെ നടന്നാണ് ഈ വെല്ലുവിളി? കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റില്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് DC ബുക്സ്. അതെ, അതായത് സത്യവിശ്വാസികളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, മനുഷ്യരെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആ സാധനം അല്ലേ? അത് അന്ന് ഷമീമായിരുന്നല്ലോ അന്ന് ആ വെല്ലുവിളി അവിടെ എതിർവശത്ത് ഇരുന്നിരുന്നത്. പുള്ളി എന്നിട്ട് ഇപ്പൊ കിളിയൊക്കെ പോയി നടക്കുന്നുണ്ട്. ഷമീമിനും ഈ ഖുർആൻ വചനം അറിയുമായിരുന്നില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാണ് അവിടെ പ്രശ്നമായിട്ടുള്ളത്. അപ്പോ മുഅ്മിനീൻ എന്ന് പറഞ്ഞു, മുഅ്മിനീൻ എന്ന് പറഞ്ഞു, മുഅ്മിൻ എന്ന് പറഞ്ഞു. ഇതൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം. സത്യവിശ്വാസി എന്ന് പറഞ്ഞു, മുസ്ലിങ്ങളെ, ഇതൊക്കെയായിരുന്നു അവരുടെ വിഷയം. അല്ലാതെ വിഷയത്തിലേക്കൊന്നും വരാൻ ഇവർക്ക് പറ്റില്ല. പലരും പറയും, നിങ്ങൾക്ക് ദാണ്ട് അവര് മറുപടി പറയുന്നുണ്ട്, ഇവര് മറുപടി പറയുന്നുണ്ട്. ഇപ്പോ നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരാൾ മറുപടി പറഞ്ഞാൽ നമ്മൾ കയറി പിടിച്ചാൽ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആയി പോകും. കാരണം നമ്മൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. കുറെ തന്തയ്ക്ക് വിളിച്ചത് കൊണ്ടോ പുലഭ്യം പറഞ്ഞത് കൊണ്ടോ മറുപടിയാകത്തില്ല. ഇപ്പൊ ഞാനും ആരിഫും കൂടി വന്ന് ലൈവിൽ ഇരിക്കുന്നു. നാളെ ഇനിയിപ്പോ ആരിഫ് കെട്ടി അങ്ങനെയല്ല, അതുണ്ട്. അതുകൂടാതെ ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി പൊട്ടി. ഇതിലാരാണ് ഈനാമ്പേച്ചി? ടീച്ചർക്ക് ഏതാ വേണ്ടത്? മരപ്പെട്ടിയാവണോ ഈനാമ്പേച്ചിയാവണോ? തീരുമാനിക്കൂ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇവരെക്കാട്ടിലും ഭേദമാണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ മരപ്പെട്ടി. എന്നെ പണ്ട് സുനിത ദേവദാസ് മരപ്പെട്ടി എന്നാ വിളിച്ചത്. അപ്പൊ ഞാൻ മരപ്പെട്ടി. അപ്പൊ മരപ്പെട്ടി ഡോക്ടർ എടുത്തോ? ഓക്കെ. അപ്പൊ നോക്ക്, ഇവിടെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടുന്ന ഒരു വിഷയമുണ്ട്. ഇവർക്ക് നമ്മൾ പറയുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് ഒന്നും പറയാനില്ല. ഇപ്പോ AP കാന്തപുരത്തിന്റെ വിഷയമാണല്ലോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ അയാളെ പറയുമ്പോഴും ശരിയായ വില്ലൻ അയാളല്ല. ലാ തുഅല്ലിമൂഹുൽ കിതാബത, പെണ്ണിനെ എഴുത്ത് പഠിപ്പിക്കരുത്
എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് വില്ലനായി നിൽക്കുന്നത്. നമ്മുടെ ജോസഫ് മാഷ് പറഞ്ഞതുപോലെ എന്റെ കയ്യും കാലും എടുത്തവരോട് എനിക്ക് ഒരു എതിർപ്പുമില്ല, അവരെ ഇതിന് പ്രേരിപ്പിച്ച ഗ്രന്ഥമാണ്, അവരും ഇരകളാണെന്നാ പറഞ്ഞത്. അപ്പൊ ഇവർക്ക് നമുക്ക് മറുപടി പറയണമെങ്കിൽ ഇവർക്ക് അറിവുണ്ടാകണം. ഈ ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് സത്യം പറഞ്ഞാൽ ഇവർക്ക് അറിയത്തില്ല. അപ്പൊ നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്ത ആളുകൾ നമുക്ക് മറുപടി എന്ന് പറഞ്ഞു വരുമ്പോൾ ഇവരോട് എന്ത് മറുപടിയാണ് പറയേണ്ടത്? നമ്മൾ തിരിച്ച് നമുക്ക് പറയാൻ വീണ്ടുമുള്ളത് ഈ സ്ത്രീ വിരുദ്ധതകൾ മാത്രമല്ല, ഈ ഗ്രന്ഥത്തെ കുറിച്ച് തന്നെയാണ്. ഇപ്പോ പ്രവാചകൻ പറയാണ്, നമ്മൾ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എതിരെ വരുന്നത് ഒരു കറുത്ത പട്ടിയോ കഴുതയോ സ്ത്രീയോ ആണെങ്കിൽ അവരെ നിങ്ങൾ എതിർക്കണം. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അപ്പോ ആയിഷ ചോദിക്കുക നബിയോട്, എന്നാലും നിങ്ങൾ ആള് കൊള്ളാലോ, ഞങ്ങളെ പട്ടിയോടും കഴുതയോടും ഒക്കെ ഉപമിച്ചല്ലേ. അതാ ഞാൻ ഇന്നലെ ഷാക്കിറിനോടും പറഞ്ഞിരുന്നു, ആദ്യത്തെ യുക്തിവാദി ആയിഷയാണ്, ആദ്യത്തെ ഫെമിനിസ്റ്റ് ആയിഷയാണ്. ആദ്യമായിട്ട് അലിഖിത നിയമങ്ങൾ എഴുതിയപ്പോൾ ഈ എതിർ ചോദ്യങ്ങൾ ഒന്നുമില്ലാത്ത പർദീസയിൽ നിന്നിട്ട് ചോദിക്കുവാണ്, ഓ നിങ്ങളുടെ കാര്യത്തിലൊക്കെ പഠിച്ചു ഭയങ്കര ധൃതിയുള്ളവനാണല്ലേ, എപ്പോഴത് ചോദിച്ചത്, നിങ്ങൾക്ക് പെണ്ണ് പിടിച്ചു തരാൻ വലിയ കൂട്ടിയാണല്ലോ. അപ്പോ എല്ലാ പെണ്ണുങ്ങളെയും അങ്ങനെ നബിക്ക് അങ്ങ് അനുവദിച്ചു കൊടുത്തു. അപ്പൊ നബിയുടെ 40 പുരുഷന്റെ കുതിരശക്തി എന്താണ് എന്ന് ആയിഷ നന്നായിട്ട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട്, ആയിഷയ്ക്ക് അത് പറയാൻ പ്രയാസമുള്ളത് കൊണ്ടും ആയിഷ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്കൊക്കെ ശരീരം ദാനം ചെയ്യുന്ന പെണ്ണുങ്ങളുടെയൊക്കെ ഒരു അവസ്ഥയെ, അവരൊക്കെ എന്ത് നികൃഷ്ടരാണ് എന്നാണ് ആയിഷ ചോദിച്ചത്. അപ്പൊ ആദ്യമായിട്ട് നബിയെ അവിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആയിഷ. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ ആയിഷ എപ്പോഴും നബിയെ മുൾമുനയിലാണ് നിർത്തിയിരിക്കുന്നത്. കാരണം ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് ഒരു കിളുന്തിനെ കിട്ടിയപ്പോഴേക്ക് നബി ആയിഷയെ മറന്നു. ആയിഷ മധുരമായ ഒരു പ്രതികാരം അങ്ങോട്ട് ചെയ്തു, സഫ്വാനുമായി ചുറ്റിക്കറങ്ങി പിറ്റേ ദിവസമാണ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്താല് എന്ന ഒരു ചിന്ത കൂടി ആയിഷയ്ക്ക് വന്നിട്ടുണ്ട്. അന്ന് ആ പൊട്ടിത്തെറിക്കുന്ന പ്രായത്തില് ഈ ആയിഷ, നബി മരിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് 16 വയസ്സാണ്. നബി നമസ്കരിക്കുമ്പോൾ നബിയെ നുള്ളാറുണ്ടായിരുന്നു, നബിയുടെ മടി കയറി കിടക്കാറുണ്ടായിരുന്നു. സുജൂദ് ചെയ്യുന്ന സമയത്ത് നബി സുജൂദ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ക്രോസ് ആയിട്ട് കിടക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളുണ്ട്. അപ്പൊ ആയിഷയ്ക്ക് വിശ്വാസമില്ലായിരുന്നു എന്നത് വളരെ കൃത്യമാണ്. 2, നബിയുടെ സകല ഉഡായിപ്പും പൊളിച്ചടുക്കിയ ഒരു സ്ത്രീ കൂടിയാണ് ഈ ആയിഷ, സംശയമൊന്നുമില്ല. ഖദീജയും പൊളിച്ചടുക്കിയിട്ടുണ്ട്, അത് വേറെ. എന്നിട്ട് ഇവര് പറയുന്നത് ആയിഷയാണ് ഏറ്റവും ഒരു യുക്തിവാദിയായിട്ടുള്ള ഒരു സ്ത്രീ വരെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞ വേഴ്സസ് സ്ക്രീനിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ നമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇടാം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇടാം. ഓക്കെ, ശരി, ഞാൻ എടുത്തോളാം, ടീച്ചർ പറഞ്ഞോളൂ. അപ്പൊ ഇങ്ങനെ നബിക്ക് യഥേഷ്ടം സ്ത്രീകളെ അനുവദിച്ചു കൊടുത്തപ്പോ നബിയെ സംശയത്തോടുകൂടിയാണ് ഈ ആയിഷ കാണുന്നത്. അപ്പോ നബിക്ക് പെണ്ണുകൂട്ടി കൊടുക്കുന്നതിൽ അള്ളാഹുവിന് എന്ത് ധൃതിയാണല്ലേ എന്ന് ചോദിച്ചതിൽ ഇവരെന്ത് വിശ്വാസമാണ് കാണുന്നത്. പോട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. അങ്ങനെ എന്തുകൊണ്ടാണ് സ്ത്രീകളെ ഇസ്ലാമിൽ ഒരു പേറുയന്ത്രമാക്കി മാറ്റുന്നത്? അങ്ങനെ ഞാൻ ഇരുന്ന് ഒരുപാട് ഖുർആൻ വചനങ്ങളും ഹദീസുകളും ഒക്കെ കോർത്തിണക്കിയിട്ടാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന വിഷയത്തെ സംബന്ധിച്ചിട്ട് ആ യുക്തിവാദികളുടെ പ്ലാറ്റ്ഫോമിൽ കേരള യുക്തിവാദി സംഘം സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു അത്, അല്ലെ? അതിനകത്താണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു പ്രോഗ്രാം ചെയ്തത്. ഈ പ്രോഗ്രാം കണ്ടിട്ട് തന്നെ ഒരുപാട്, ഞാൻ എന്നിട്ട് അന്ന് പറഞ്ഞ എല്ലാ ഖുർആൻ വചനങ്ങളുടെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സംഘാടകരുടെ കയ്യിൽ കൊടുത്തിരുന്നു. ആര് ചോദിച്ചാലും നിങ്ങൾ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പിറ്റേ ദിവസം ഞാൻ ആ പ്രസംഗിച്ച അതേ സ്ഥലത്ത് തന്നെ മുജാഹിദുകാർ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട്, എനിക്ക് മറുപടി എന്ന് പറഞ്ഞു ഞാൻ വലിയ ആളായി പോകൂലേ, അതുകൊണ്ട് അങ്ങനെ പറയാതെ തന്നെ ഇതില് ഞാൻ പറഞ്ഞ ഒറ്റ ഖുർആൻ വചനങ്ങളോ ഹദീസുകളോ പറയാതെ ഉലഭ്യങ്ങളും പറഞ്ഞിട്ട് പോയി ഉസ്താദുമാര് വന്നിട്ട്, അതായത് തോന്നിയതുപോലെ ജീവിക്കാനാണ് പെണ്ണേ നീ മതം വിട്ടത് പെണ്ണേ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇവരിങ്ങനെ നീട്ടിയും കുറുക്കിയും പോയതല്ലാതെ ഇവർ ഈ വിഷയത്തിന് മറുപടിയെ പറഞ്ഞിട്ടില്ല. ഇപ്പോ AP കാന്തപുരം പറഞ്ഞ ഈ വിഷയം വെറും വ്യായാമത്തിന്റെ വസ്തുതകൾ മാത്രമല്ല ആള് പറഞ്ഞത്. ആളൊരു നമ്പർ 1 സ്ത്രീ വിരുദ്ധനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അയാൾ നല്ല ഒരു ബിസിനസ്സുകാരനാണെന്നും അറിയാം. 6-ാം നൂറ്റാണ്ടിലെ നബിയുടെ മുടിയാണെന്നും പറഞ്ഞ് ഒരു മുടി ഇയാൾ കൊണ്ടുവന്നു. ഞാനത് പൊളിച്ചുതരാം, ഞാനത് മുമ്പും പൊളിച്ചിട്ടുണ്ട്.
ഈ കെ വിഭാഗം എടുക്കുന്ന ഒരു സത്യധാര എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട്. കെ സുന്നി വിഭാഗം പുറത്തിറക്കുന്ന മാസികയാണ്. ഈ മാഗസിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇക്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന ഒരു ബോംബെയിലെ പുരാവസ്തു കച്ചവടക്കാരൻ, അയാളുടെ കയ്യിൽ നിന്ന് 10,000 രൂപ കൊടുത്ത് നബിയുടെ മുടിയാണെന്നും പറഞ്ഞൊരു മുടിയും കൊണ്ട് വരിക ഈ കാന്തപ്പൻ. അപ്പൊ ഈ മുടിയും കൊണ്ട് വന്നപ്പോ കെക്കാർക്ക് ഇത് പൊളിക്കണമല്ലോ. അപ്പൊ കെക്കാര് പറഞ്ഞു, നബിയുടെ മുടിയൊന്നും അല്ല കാന്തപ്പന്റെ കയ്യിലുള്ളത്. അങ്ങനെ കെ വിഭാഗവും അടുത്ത ദിവസം ഇവിടെ പോയിട്ട് ഇതുപോലെ തന്നെ 10,000 രൂപയും കൊടുത്തൊരു സമ്മതപത്രവും എഴുതി കൊടുത്തിട്ടാണ്, സമ്മതപത്രം എന്തോ ദുരുപയോഗം ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഇവര് വരുന്നത്. ഇവരിത് സത്യധാര മാസികയ്ക്കകത്ത് ഇവര് തന്നെ പറഞ്ഞതാണ്, നമ്മൾ ആരും പറഞ്ഞതല്ല. അപ്പോ പിന്നെ കെക്കാർ ഇത് പൊളിക്കുന്നത് അവരും ഒരു മുടി കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ മുടിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇയാള് ചെയ്ത കള്ളത്തരം ഇത്രയും കാലങ്ങളായിട്ട് ഇവിടെ നിലനിന്നില്ലേ? കോടിക്കണക്കിന് പണം സംഭാവന ചെയ്യാനും പള്ളിക്ക് കൊടുക്കാനും ഒക്കെ ആൾക്കാർ തയ്യാറാകുകയും ചെയ്യുന്നില്ലേ? മറ്റേ ഇയാളുടെ കുടുംബത്തില് ഇന്ന് നുസ്രത് ജഹാൻ വിളിച്ചപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നുസ്രത് ജഹാൻ പറയുന്നത്. ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഒരിക്കല് ഏതോ ഒരു ലണ്ടനിൽ വെച്ചിട്ടെങ്ങാണ്ട് നുസ്രത് ജഹാനെ കണ്ടെന്നും അത് AP-യുടെ ഫാമിലിയിൽപ്പെട്ട ആളാണെന്നും സഹോദരിയുടെ എന്തോ ആണ്. അവര് വളരെ മോഡേൺ ആയിട്ട്, നുസ്രത് ജഹാൻ പറയുന്നത് ഞാൻ അന്തം വിട്ട് പോയി എന്നാണ് അവരെ കണ്ടിട്ട്. കാരണം ഒരു നല്ല ഒരു പെൺകുട്ടി, അപ്പിക്കുപ്പായൊന്നുമില്ല, തലയും മറച്ചിട്ടില്ല, അങ്ങനെ നല്ല ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ രൂപത്തില് ഇതാദ്യം ഇവര് സ്വന്തം ജീവിതത്തിൽ പകർത്തിയിട്ട് വേണ്ട ഇവര് കമ്മ്യൂണിറ്റിയോട് പറയാൻ. ഇവർക്ക് എന്തും പറയാം, പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മതവിധി പുറപ്പെടുവിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇയാൾ ഗ്രാൻഡ് മുഫ്തി ഒക്കെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഇയാളുടെ കുടുംബത്തിൽ ഒരു സ്ത്രീക്ക് വയറുവേദന വന്നു, AP കാന്തപുരത്തിന്റെ. ഈ സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദന വന്നപ്പോൾ ആൾക്കാരൊക്കെ പറയാണ്, ഇന്നടത്ത് കൊണ്ടുപോയാൽ മതി, അവിടെ ഒരു ഉപ്പാപ്പയുണ്ട്, ഉപ്പാപ്പ മരിച്ചു പോയാണ്, അയാളുടെ ജാറത്തിൽ കൊണ്ടുപോയാൽ മതി, എന്നാലേ നിങ്ങൾക്ക് ഇവരുടെ വയറുവേദന മാറിക്കിട്ടും. അങ്ങനെ AP-യും ടീമും എല്ലാം കൂടെ ഈ പെണ്ണിനെയും കൊണ്ട് പോകുകയാണ്. വഴിക്കിടയില് ഒരു കാറിന്റെ 4 ടയറും ഒരുമിച്ച് പഞ്ചറായി. എന്നിട്ട് ഇത് ശരിയാക്കി ഇയാൾ മുന്നോട്ട് പോകുമ്പോൾ 100 പട്ടികൾ വഴികൾ നിൽക്കുക, ഇവരങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തടയുവാണ്. ഇതൊക്കെ വിശ്വസിക്കുവാണ് ആളുകളെ. എന്നിട്ട് ഈ പെണ്ണിനെ കൊണ്ടുപോയിട്ട് ഈ ഉപ്പാപ്പാടെ ജാറത്തിനകത്തിട്ടിട്ട് ഇവര് വാതിലടച്ചു. അവിടെ ഒരു മക്ബറയാണുള്ളത്, ഒരു ശ്മശാനം. എന്നിട്ട് ഇവയാളിങ്ങനെ പുറത്തു നിന്നു. ശ്മശാനം ഒരു 2 മണിക്കൂർ വഫാത്തായ സ്ഥലം അങ്ങനെയൊക്കെ പറയും. അറബി വിളിച്ചേ വേണം ചിലപ്പോ. ഇങ്ങനെ ശവകുടീരം എന്ന് പറഞ്ഞു. ഇനി ഒന്നുകൂടി പറഞ്ഞു നോക്ക്, ശ്മശാനം. ഓക്കെ, ശരി. നമുക്ക് വിവരമുള്ളവർക്ക് ശ്മശാനം എന്ന് പറയാമായിരിക്കും, അല്ലാത്തവർക്ക് ശവകുടീരം എന്നൊക്കെ പറയാം. ശരി, 2 മണിക്കൂർ ഈ ആശാമാര് പുറത്തു നിന്നു. ഈ സ്ത്രീ അകത്തിട്ടിട്ട്, ഒരു സ്ത്രീയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ വയറില് ഇവിടെ മുതല് കഴുത്ത് മുതല് താഴെ വരെ കുത്തിക്കെട്ടലുമായിട്ട് ആള് ഇറങ്ങി വരുന്നു. എന്താണ്? ഈ മരിച്ചുപോയ ആളിന്റെ കല്ലറയുണ്ടല്ലോ അവിടെ നിന്ന് ഇയാൾ എഴുന്നേറ്റ് വന്നിട്ട് ഈ പെണ്ണിന്റെ വയറ് മൊത്തം കീറിയിട്ട് സർജറി ചെയ്തിട്ട് ഈ പെണ്ണിനെയും കൊണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവന്നു. കാരണം ഇപ്പൊ പറയാണ്, ഇവര് തന്നെ എല്ലാ വർഷവും ഈ CM മടവൂരിനെ കുറിച്ചിട്ട് ഡോക്ടർ കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ടോ? നമ്മളതിന്റെ തൊട്ടടുത്തായിരുന്നല്ലോ താമസിച്ചിരുന്നത്. ശരി, ഇദ്ദേഹത്തിന് ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ നിർത്താൻ കഴിവുണ്ട്. കപ്പലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് പറ്റും. അതുപോലെ ഫ്ലൈറ്റിന് എന്തെങ്കിലും യന്ത്ര തകരാറ് വന്നാല് ഒക്കെ തിരുത്താൻ ഒന്നും വേണ്ട. ആവശ്യമുള്ളവര് പകര ഉസ്താദിന്റെ കോമഡികൾ എന്നടിച്ചാൽ മതി, ഇതൊക്കെ കിട്ടും. പകര ഉസ്താദാണ് ഇതിന്റെ സ്പോൺസേർഡ് പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന ആള്. എന്നിട്ട് ഈ ആളിന്റെ എല്ലാ വർഷവും ഇവർ ഉറൂസ് നടത്തും. കെയും AP-യും മത്സരിച്ചിട്ടാണ് നടത്തുന്നത്. 75% അവിടെ വരുന്നത് സ്ത്രീകളാണ്. ഇവര് പറയോ സ്ത്രീകൾ വരണ്ടെന്ന് പറയോ? മർക്കസിന്റെ സ്കൂളുകളുണ്ട് ഇഷ്ടം പോലെ. പെൺകുട്ടികളെ അധ്യാപകര് പഠിപ്പിക്കുന്നുണ്ട്, പെൺകുട്ടികളെ അധ്യാപികമാര് പഠിപ്പിക്കട്ടെ, ആൺകുട്ടികളെ അധ്യാപകന്മാരും പഠിപ്പിക്കട്ടെ. മിക്സ്ഡ് ആയിട്ട് വേണ്ട. അവരെന്തുകൊണ്ടാണ് അവിടെ കർട്ടൻ ഇടാത്തത്? അവിടെ ബിസിനസ് ആണ് പ്രധാനം. നോളജ് സിറ്റിയില് ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ എടുത്തു പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, ദുബൈ രാജാവിന്റെ മകള് ഷെയ്ഖ മെഹ്റ. പ്രിയപ്പെട്ട ഭർത്താവെ, അങ്ങ് തിരക്കായിരിക്കുമെന്നറിയാം, അങ്ങേ ഞാനിതാ വിവാഹമോചനം ചെയ്തിരിക്കുന്നു 3 തവണ. ഇവർക്ക് ധൈര്യമുണ്ടോ? ഇവർക്ക് ധൈര്യമുണ്ടോ? ഇവരൊക്കെ മതത്തിന് പുറത്താണെന്ന് പറയും. ഈ ഷെയ്ഖ മെഹ്റയ്ക്ക് ഒരു ദിവസം ഏതാണ്ട് 14 ലക്ഷം രൂപ വേണമത്രേ. ഒരു ദിവസം 14 കുതിരകളുണ്ട്.
മെയിൻറ്റെയിൻ ചെയ്യാൻ, അവർക്ക് മേക്കപ്പിന്, അവർ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാമർ കൂടിയാണ് അവര്. ഇൻസ്റ്റാഗ്രാമർ. സ്വർണ്ണ മുടിയിഴയുള്ള രാജകുമാരി എന്നാണ് അവരെ അറിയപ്പെടുന്നത്. അവരൊരിക്കലും തലയിൽ തട്ടമിട്ടിട്ടേയില്ല. ഇഷ്ടംപോലെ ആഭരണങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അവർക്കൊക്കെ ഇവർക്കൊന്ന് സ്വന്തം കൊടുത്തുള്ളൂ. ഒന്നുമല്ലെങ്കിൽ അറേബ്യൻ ഭരണാധികാരിയുടെ മകളല്ലേ, അവരെയൊക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു ബാധ്യത കൂടി ഇവർക്കുണ്ടല്ലോ. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഇവർ ഒരുപാട് പുറകോട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ഗഹനീയമായി സംസാരിക്കേണ്ടി വരുന്നത്. ഇപ്പോ ഹജ്ജിന് പോകുന്ന സ്ത്രീകള് മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നു. ഇവര് അല്ല, പെണ്ണിന്റെ വസ്ത്രധാരണത്തിനാണോ ഡോക്ടർ കുഴപ്പം, അതോ ആണിന്റെ ചിന്താഗതിക്കാണോ കുഴപ്പം? ഇവര് വിചാരിക്കുന്നത് ലിംഗത്തിലാണ് എല്ലാം എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തലച്ചോറിലാണെന്നാണ്. ഒരാളിന്റെ വേഷം കാണുമ്പോഴേക്ക് ഇവർക്ക് ഇങ്ങനെ ഉദ്ധാരണം ഉണ്ടാകുന്നെങ്കിൽ എവിടെയാണ് ചികിത്സ വേണ്ടത്? ആരെയാണ് ചികിത്സിക്കേണ്ടത്? അത് സംബന്ധിച്ചിട്ടൊരു വീഡിയോ ഉണ്ട്. നമ്മൾ ഇവിടെ ഞാനെപ്പോഴും പറയാറുണ്ട്, ടീച്ചർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനത് പറയാം. മക്ക ലോക ജാക്കി തലസ്ഥാനാണെന്നാണ് പറയാ. കേട്ടിട്ടുണ്ടോ? അത് ആ ഒരു വീഡിയോ ഉണ്ട്. അതൊന്ന് വേണമെങ്കിൽ പ്ലേ ചെയ്താലോ? ജസ്റ്റ് ചെറിയ വീഡിയോ ആണ്. ഇതാണ് ആ വീഡിയോ. I went to touch the black stone today and I got really close on 2 occasions, and I've had men's genitals squashed up against me at the back. At one point this came off and I was being strangled from behind where they were pushing and pulling this at the back. They had to stop to release me. I was really scared. ഇത് ഹജ്ജിന്റെ സമയത്ത് നടക്കുന്ന സ്ത്രീ പീഡനം. ഈ സ്ത്രീ ഇതൊന്ന് തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു. അതെ, ഇപ്പൊ കഴിയും. സൗണ്ട് ഇല്ലാതെ കേൾക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ കേൾക്കുന്നതായിരിക്കും നല്ലത്. ദീനിയായ ഹലാൽ പീഡനമാണ്. ഇതിലേതാണ് ഈ ഹജറുൽ അസ്വദ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഹജറുൽ അസ്വദാണോ അതോ തലയുൽ അസ്വദാണോ ഉദ്ദേശിച്ചത്? അതെ. In February, she used the hashtag #MosqueMeToo to invite other Muslim women to break their silence. Hundreds did. I was stunned, scrolling through all the anecdotes. Then others started to respond. The reprisals from both Muslims and non-Muslims dismayed me. You know, you enter the Grand Mosque of Mecca and it's this wonderful feeling of reverence. It's incredible. And then I feel a hand on my ass. I'm like, are you fucking kidding me? I must be imagining this. This cannot be happening. Oh my God. So I tried to scroll through, but this man is determined. He is on a mission and it is not pilgrimage. Seriously? He just kept his hand on my ass. He was determined. So I just burst into tears. How can I tell my parents when the Kaaba is right there that this bastard behind me is sexually assaulting me? In February, she used the hashtag #MosqueMeToo. യെസ്, ഇത് മോസ്ക് മീ ടു എന്ന് പറയുന്നൊരു സംഗതി. നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാം ഗൂഗിളിൽ. ഇഷ്ടം പോലെ വാർത്തകൾ അവിടെ കിടപ്പുണ്ട്. ഒറ്റ കാര്യം ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യാണ് ടീച്ചറെ. അതായത് സുഹരി കഴിഞ്ഞ ദിവസം ഇരുന്ന് പറഞ്ഞെന്താണ് നമ്മളുടെ ഏഷ്യാനെറ്റിൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അത് എന്താണ് പീഡനം അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ തടയുക മാത്രമല്ല, അതുണ്ടാകാനുള്ള ചെറിയ സാധ്യത പോലും ഇല്ലാതെയാക്കുമെന്നാണ് പറഞ്ഞത്. ലോകം മുഴുവനുള്ള ആ സാധ്യത ഇല്ലാതെയാക്കി. പക്ഷെ മക്കയിൽ നടക്കുന്ന, സ്വന്തം പടച്ചവൻ്റെ വീട്ടിൽ നടക്കുന്ന പീഡനം അത് ഹലാലാക്കി വെച്ചു. ഇതാണിപ്പോൾ നമ്മളിവിടെ കാണുന്നത്. മോസ്ക് മീ ടു എന്ന് നിങ്ങൾ അടിക്കുക, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇഷ്ടം പോലെ കിട്ടും. മക്ക ഈ ഹജ്ജ് നടക്കുന്ന ദിവസം നിങ്ങൾ ലോകത്ത് നടക്കുന്ന മൊത്തം ജാക്കി വെപ്പിൻ്റെ ഒരു മാപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജാക്കി വെപ്പ് നടക്കുന്ന സ്ഥലം അത് മക്കയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലോക ജാക്കി തലസ്ഥാനം. അത് ഒരു ദിവസത്തേക്ക് ഒരു ദിവസം അത് മക്കയാണ്. അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് ലോകത്ത് ഒരു സിറ്റിക്കും ഇല്ല എന്നുള്ളതും കൂടി ഞാനിവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, വീണ്ടും പറയാണ്. യെസ്, ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പോൾ ഒരു പാകിസ്ഥാനി ലേഡിയാണ് ആ പറഞ്ഞത്. അവര് ഉംറ ചെയ്യുന്നതിനിടയിലും ഹജ്ജ് ചെയ്യുന്നതിനിടയിലും അവരുടെ ശരീരത്തിന്റെ പിൻഭാഗത്ത് എന്തോ കട്ടിയുള്ള ഒരു സാധനം വന്ന് തട്ടുന്നത് പോലെ അവർക്ക് തോന്നുവാണ്.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ശരി എനിക്ക് തോന്നുമായിരിക്കും. രണ്ടാമത് വീണ്ടും അതേപോലത്തെ അനുഭവം, വീണ്ടും അവർ തോന്നുമായിരിക്കും. കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ അവരുടെ നിതംബത്തിൽ ഒരാളൊന്നുള്ളി. അപ്പൊ പുറകിൽ ഒറ്റമുണ്ട് കൊടുത്തിട്ടാണല്ലോ ഈ നിൽക്കുന്നത്, പറഞ്ഞിട്ട് കാര്യവും ഇല്ല. അപ്പൊ പെണ്ണുങ്ങളെ കണ്ടാൽ ഉടനെ ഇവരൊരു ഭോഗവസ്തുവാണ് എന്ന് തോന്നുന്ന ഇവരുടെ തലച്ചോറിനാണ്, ഇവരുടെ മാനസികാവസ്ഥയ്ക്ക്, ചിന്താവൈകല്യത്തിന്, വൈകൃതത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ചികിത്സ വേണ്ടത്. എന്നിട്ട് ഈ സ്ത്രീ വന്നിട്ട് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ ആർട്ടിക്കിൾ മൊത്തം വായിച്ചതാ ഞാൻ. അപ്പൊ ഇവര് വീട്ടിൽ വന്നിട്ട് ഇവർക്കൊരു മനസമാധാനം കിട്ടുന്നില്ല. ആ നാടിന്റെ മനോഹാരിതയോ ആ നാടിന്റെ പവിത്രതയോ, നബി ചവിട്ടിയ മനോഹരമായ മണ്ണാണല്ലോ, അവിടെ തന്നെയാണ് കേട്ടോ അബൂ സുഫിയാനും ചവിട്ടിയത്, പോട്ടെ. അപ്പൊ ആ മണ്ണിലൊന്ന് ചവിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവര് വല്ലാത്ത അതിന്റെ ഒരു പരിശുദ്ധിയും ഇവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ഇൻസിഡന്റ് ഇവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഒരു ഉമ്മയോട് പറഞ്ഞു, ഉമ്മ മാത്രം വിശ്വസിച്ചു, വേറെ ആരും വിശ്വസിക്കുന്നില്ല. ഇവര് സഹി കെട്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതുവാണ്, ഇതുപോലെ സമാനമായ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവരുടെ അനുഭവം അങ്ങനെ എഴുതിയിട്ട് അതിന്റെ താഴെ ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് 42,000 കമന്റ്സ് വരികയാണ്. ഇതിനകത്ത് 40,000 ആളുകളും പറഞ്ഞത് ഞങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇവര് പാപം കഴുകി വെക്കാൻ വേണ്ടിയിട്ടാണ്, പാപം മൊത്തം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് വരുന്നത്. ഇന്ന് ജനിച്ച കുട്ടിയെ പോലെയാണ് എന്നൊക്കെയാ പറയാറ്. മുമ്പൊരിക്കല് ഈ ഖുർആൻ അവസാനത്തെ പാപമായിക്കോട്ടെ. അതെ, അവസാനത്തെ പാവം അല്ല, അങ്ങനെ കഴുകാമെന്ന് വിചാരിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇപ്പൊ പോണ്ട, കുറച്ചും കൂടി ഒക്കെ ചെയ്തതായിട്ടെല്ലാം ഒരുമിച്ച്. അത് നബി ഒന്നേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഹജ്ജ്. ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിൽ ഒരാള് ഹജ്ജ് കഴിഞ്ഞിട്ട് പോയി. ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നു. അപ്പൊ ഞങ്ങളെയൊക്കെ വിളിച്ചു, ഞങ്ങളൊക്കെ പോയപ്പോ എന്തെങ്കിലും കൊണ്ട് കൊടുക്കണ്ടേ. അപ്പൊ ഞാനൊരു പാൽക്കുപ്പി വാങ്ങിച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നവർ. കാരണം ഇന്ന് ജനിച്ച കുട്ടിയെ പോലെ ആകുന്ന ഒരാൾക്ക് ഇതല്ലാതെ പിന്നെ എന്താണ് കൊടുക്കേണ്ടത് എന്ന്. അപ്പൊ അങ്ങനെ ഒരു സന്ദേശം കൂടി കൊടുക്കാൻ പറ്റിയെന്ന് പറയാം. ഇല്ല. അപ്പൊ മക്കയെന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്. കഴിഞ്ഞ ദിവസം അബ്ദുസ്സലാം പോക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതനുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഹജ്ജിനും ഉംറയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പുരോഹിതന്മാർ ഇവരെയൊക്കെ വലിച്ചുകൊണ്ട് പോകും. ഇവര് കൊണ്ടുപോയിട്ട് കഅബയുടെ അടുത്ത് താമസിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പെണ്ണുങ്ങളെ പരിപാടി ചെയ്യലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. ഉസ്താദ് പറഞ്ഞതാണ്, മതരഹിതനല്ല, യുക്തിവാദിയല്ല, മതം വിട്ട ആളല്ല. അപ്പൊ ഈ ഗൈഡ് അങ്ങനെ ഒരു വിശ്വാസികൾ അറിയാൻ വേണ്ടിട്ട് വിത്ത് അറബി മൂളിച്ചാണ് നമ്മളിത് പറയുന്നത്. ഇതൊരിക്കലും അസത്യമാവില്ല, അതെ, ഹലാലാക്കാൻ വേണ്ടി. അതെ. എന്നിട്ട് ഇയാള് പറയാണ്, കഴിഞ്ഞ ദിവസമാണല്ലോ കണ്ണൂര് ഒരു ഉസ്താദ് കുറെ പേരെ കൊണ്ടുവന്ന് അവിടെ ഉപേക്ഷിച്ചിട്ട് അയാൾ നാട്ടിലേക്ക് കടന്നു വന്നു. ഒരാളിൽ നിന്ന് 40,000, 46,000, 60,000 രൂപ വെച്ചിട്ടൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു ആള് കൊണ്ട് കളഞ്ഞിട്ട് പോയത്. അപ്പൊ പണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പോ കാന്തപുരത്തിന്റെ വിഷയം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അയാളും ചെയ്യുന്നത് ഇത് തന്നെയാണ്. അയാളുടെ ആ പോപ്പുലാരിറ്റി വെച്ചിട്ട് രാഷ്ട്രീയക്കാരെ പിടിച്ചെടുക്കുക. ഇത് നമ്മുടെ നാട്ടിൽ നിന്നല്ല, ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകളും ഭക്തിയുടെ മാർഗത്തിലാണ്. അതുകൊണ്ട് ആത്മീയതയാകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടത്തില്ല, അനിഷേധ്യമായിട്ടുള്ള ഒരു മേഖലയാണ്. ആർക്കും ഒരു പരാതിയും ഉണ്ടാകത്തില്ല, എന്ത് വേണമെങ്കിലും ആകാം. ഈ കാന്തപുരം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനെതിരെ ഏതെങ്കിലും ഫെമിനിസ്റ്റുകാര് മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കി. മതത്തിനകത്ത് നിന്നിട്ട് ഒരുപാട് ലീഗിന്റെ ആളുകളൊക്കെ ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുണ്ട്, കൊണ്ടുപിടിച്ച് അതാണ് ഒരുപാട് പേരുണ്ട്. നമുക്ക് പേരൊന്നും പറഞ്ഞവരെ പോപ്പുലർ ആക്കണ്ട. അപ്പൊ ഒരുപാട് ആളുകള് എന്താരെവിടെ പറഞ്ഞാലും കൊടയെടുത്ത് മുന്നോട്ട് വരും. എന്നിട്ട് ഇവരൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്, ജാമിദ 4 കിട്ടി, ജാമിദ 5 കിട്ടി, ആരിഫ് 5 കിട്ടി, നമുക്ക് ഒരു ഹണിമൂണിലേക്ക് ഒന്ന് പോയേക്കാമെന്ന്. കുഴപ്പമില്ല. ടീച്ചർ എന്റെ എത്രാമത്തെ ഭാര്യയാണ് ഞാൻ മറന്നുപോയി, എണ്ണോ എന്ന് പറയൂ. അല്ല, ഇവരോട് ചോദിക്കേണ്ടി വരും. ഒരു വിഭാഗം 5 എന്ന് പറയുന്നുണ്ട്, വേറൊരു വിഭാഗം 6 എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു നമ്പറിൽ ഇപ്പൊ അങ്ങ് ഉറപ്പിക്കാം. എന്ത് പറയുന്നു? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 5.5 5.5 മുക്കാൽ, 5.75 മുക്കാലല്ല അതിന്റെ ഒരു എണ്ണം കറക്റ്റ് വരെ. അതായിരിക്കും ആരിഫിന് സൗകര്യം. 3.75 നമുക്ക്. ശരി, ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ അത് ഉറപ്പിച്ചു 3.75 ഭാര്യയാണ്. ഓക്കെ, ബാക്കി അതെ. ഇവര് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിനെ പറയാൻ വേണ്ടിട്ട് തോന്നിയതുപോലെ ജീവിക്കാം. ഇവനൊക്കെ തോന്നിയതുപോലെ ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമുക്കിപ്പോ ഇവിടെ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചിടാം. ഏതെങ്കിലും മുസ്ലിങ്ങള് ഈ AP കാന്തപുരം പറഞ്ഞ ഇടകലർന്നാൽ ഇടിഞ്ഞു വീഴുന്ന മതത്തിനെ കുറിച്ചിട്ട് ഇവർക്ക് എന്തായിരിക്കും പറയാനുള്ളത്? ഇവര് മക്കളുടെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുമോ?
കുട്ടികൾ ഒറ്റയ്ക്ക് ഇനി മുതൽ സ്കൂളിൽ പോകണ്ട, ഹലാൽ ബസ് വരട്ടെ, ഹലാൽ ബസ് സ്റ്റോപ്പ് വരട്ടെ, അല്ലെ, എല്ലാം പെൺകുട്ടികൾക്ക് മാത്രം, ഹലാൽ കോളേജുകൾ വരട്ടെ. അതുപോലെ കല്യാണങ്ങൾ, ഇന്നൊരു ദിവസം പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് ഫംഗ്ഷൻ വയ്ക്കും, നാളെ പുരുഷന്മാർക്കും വയ്ക്കും. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ മാതൃകാപരമായി എല്ലാ വസ്തുതകളെയും ആക്കിയെടുക്കട്ടെ. എന്നിട്ടല്ലേ ഇവരൊരു കാര്യം സമൂഹത്തിൽ വന്ന് പറയേണ്ടത്. ഇപ്പൊ ഈ കാന്തപുരം പറഞ്ഞത് മതമാണ് എന്നാണ് ഇവര് പറഞ്ഞത്. അത് മതവിശ്വാസികളോടാണ് പറഞ്ഞത് എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോ ഷാമു കോയമ്പത്തൂർ പത്തനാപുരം സ്വദേശിയാണ്. അദ്ദേഹം മുമ്പ് ഒരു പുസ്തകം എഴുതിയിരുന്നു. ചിൻവാദ് പാലം എന്നാണ് പുസ്തകത്തിന്റെ പേര്. സിറാത്ത് പാലം ഉണ്ടല്ലോ, സിറാത്ത് പാലം. എന്നിട്ട് ഏതാനും മണിക്കൂറുകൾക്കകം ഈ പുസ്തകം നിരോധിക്കപ്പെട്ടു ഈ കേരളത്തില്. പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് അലിമാഷും നമ്മുടെ സെയ്ദ് കണ്ടല്ലോ, ആനക്കയം സെയ്ദ് മുഹമ്മദ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ നിരോധനം തന്നെ നിർത്തലാക്കുന്നത് ആ സമയത്താണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഈ പുസ്തകം ഒരു ക്രിസ്ത്യാനികളോടല്ലേ പറഞ്ഞത്, ഇവർക്കെന്തിനാ ഗുരുക്കളെ കൂട്ടുന്നത്? കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി പിതാവ് +1 +2 ഒരു പുസ്തകം എഴുതിയതാ. അവർക്ക് ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ഒക്കെ ജനങ്ങളെ പഠിപ്പിക്കാൻ, അവരുടെ ആളുകളെ പഠിപ്പിക്കാൻ റൈറ്റ്സ് ഇല്ലേ? ഇപ്പോ മറ്റേ പാലാ ബിഷപ്പ്, കല്ലറങ്ങാട്ട് പിതാവ്, ആ കുർബാനയ്ക്ക് വന്ന ആളുകളോടല്ലേ ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും പറഞ്ഞ് ഇവര് ഗുരുക്കളെ കൂട്ടുന്നത് എന്തിനാ? അപ്പൊ മുസ്ലിങ്ങളോടാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എത്ര മുസ്ലിങ്ങൾ ഇത് ഏറ്റെടുക്കും എന്നതൊരു വിഷയമാണ്. ഇപ്പൊ ഇതിനെ കൊണ്ടുപിടിച്ചിട്ട് ഒരു ഉസ്താദ് മുന്നോട്ട് വന്നല്ലോ. ഈ താലിബാനികള് ഇവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുവോ? ഇവരുടെ മക്കളെ 6 വയസ്സിൽ ഇവര് കെട്ടിക്കുവോ? വേറൊരു വിഷയം കൂടി ഉണ്ട് കേട്ടോ. എന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലയിൽ തട്ടമിട്ടു എന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കാം. നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ കല്യാണത്തെ കുറിച്ചിട്ട് എന്തിനാ ആകുലപ്പെടുന്നത്? അല്ലെങ്കിൽ തന്നെ എന്റെ മോൾക്ക് 6 വയസ്സിൽ കെട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പാവാട പ്രായം മാറിപ്പോയി, അതിപ്പോ നീറ്റ് ആസ്പിറന്റാ. അത് പഠിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കല്യാണത്തെ കുറിച്ച് അതിനും എനിക്കും അതല്ലെങ്കിൽ അതിന്റെ പേരൻസിന് ഇല്ലാത്ത ടെൻഷൻ എന്തിനാണ്? ഇവർക്ക് എന്താണെങ്കിലും ഒരു മുറിയനെ കൊണ്ട് കെട്ടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇനി മുറിയനെ കൊണ്ട് കെട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞങ്ങളുടെ മാത്രം ചോയ്സാണ്. എന്നിട്ട് ഞാൻ കെട്ടിയത് മുറിയനെയാണ്, അത് എന്റെ താല്പര്യമല്ലേ? ഒരാളുടെ പേഴ്സണൽ ചോയ്സിലേക്ക് കയറി വരിക. നമ്മൾ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നടന്നിട്ട് ഇന്നലെ ഷാക്കിർ ചെയ്തതും അത് തന്നെയാണ്. നമ്മൾ എല്ലാവരും വിഷയത്തിൽ നിന്നിട്ടാണ് സംസാരിച്ചത്. ഇപ്പം ആരിഫ് ഹദീസുകളെ കുറിച്ച് സംസാരിച്ചു, ഞാനാണെങ്കിൽ AP കാന്തപുരത്തിന്റെ വിഷയത്തെ കുറിച്ച് പറഞ്ഞു, നുസ്രത് ജഹാൻ ആണെങ്കിൽ AP കാന്തപുരത്തിന്റെ കുടുംബത്തിന് നൽകിയ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു, ഷാക്കിർ അവസാനം വരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? പക്ഷെ ലീഗ് നേതൃത്വം ഇതിനെ അംഗീകരിച്ചു അനുകൂലിച്ചു മുന്നോട്ട് വന്നതാ. പക്ഷെ ഷാക്കിർ ആകെ പെട്ടുപോയി. ഷാക്കിർ വിയർത്തത് അവസാനം ഒരു ആ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഉണ്ട് അല്ലെ? എല്ലാം നമ്മളൊരു ചർച്ചയ്ക്ക് വന്നു കുടുങ്ങിപ്പോയി ആള്. ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളൊക്കെ ഉണ്ട്, അതൊന്നുമില്ലാതെ ആളെന്തോ ഒരു സുഖവാസ കേന്ദ്രത്തിൽ പോയിരിക്കുന്നത് പോലെയൊക്കെയാണ് റിലാക്സ് ചെയ്ത് നമ്മൾ പറയുന്ന വിഷയത്തെ കുറിച്ച് ആൾക്ക് അറിവില്ല. ഈ അറിവില്ലാത്ത ആളുകൾ ഒന്നാമത്തെ കാര്യം ചർച്ചയ്ക്ക് വരാതെയും മറുപടി പറയാതെയും ഇരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഇവിടെ AP കാന്തപുരം പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു പുരോഹിതൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് പണം കൊടുക്കുന്നത് പോലെയാണ് അല്ലെ? അപ്പോ അതിനെ സംബന്ധിച്ച് ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ജോസഫ് മാഷിന്റെ കൈവെട്ടി അദ്ദേഹത്തിന്റെ കാലം വെട്ടി പൊതുനിരത്തിലിട്ടിട്ട് ഇത് മതമാണെന്നോ മതപരമല്ലെന്നോ പറഞ്ഞിട്ട് ആരെങ്കിലും രംഗത്ത് വന്നിരുന്നോ? ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം ഇങ്ങനെ തന്നെയാ. ഇവരുടെ മൗനമുണ്ടല്ലോ, AP കാന്തപുരം പറഞ്ഞതിനെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ അതോ അംഗീകരിക്കുന്നില്ലേ? നമ്മൾക്ക് അതൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണിത്. മലപ്പുറത്തെ ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ മാത്രം അതിന്റെ മാതാവ് മരിച്ചിട്ട് പോലും പള്ളിയിലേക്ക് കബറടക്കം നടത്തിയിട്ടില്ല. കാരണം മതത്തിൽ നിന്നും പുറത്തുപോയി. ആ പെൺകുട്ടി ക്ഷേത്രത്തിലാണല്ലോ അരങ്ങേറ്റം. അപ്പൊ ഇങ്ങനെ മതം മുന്നോട്ട് വയ്ക്കുന്ന ആളുകൾ മെഡ്സെവനെതിരെ രംഗത്ത് വരുന്നു. സ്ത്രീയും ഒരു കാര്യം അവിടെ ഞാൻ ചോദിച്ചോട്ടെ, സുഹുരി അവിടെ ആ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് മതവിധിയായ ഒരു നിയമത്തെ തെറ്റിച്ചാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്തു പോകുമോ എന്ന് ആ അവതാരകൻ ഇങ്ങനെ സംഭാഷണത്തിൽ ചോദിക്കുമ്പോൾ പറഞ്ഞു അത് തെറ്റി, അങ്ങനെയല്ല, ഇസ്ലാമിൽ നന്മയും തിന്മയും പറയുന്നുണ്ട്, തെറ്റും ശരിയും പറയുന്നുണ്ട്, അത് മതത്തിൽ നിന്ന് പോവുകയില്ല എന്നുള്ളത് വേറെ വിഷയമാണെന്ന് പറഞ്ഞിട്ടൊരു അവിടെ ഒരു ഉരുണ്ടു മാറുന്ന ഒരു അവസ്ഥ അത് ശ്രദ്ധിച്ചിരുന്നു. അവതാരകന് മതം അറിയില്ല. അവതാരകൻ എന്താണെങ്കിലും ബാലൻസ് ചെയ്തിട്ട് തന്നെയല്ലേ സംസാരിക്കുള്ളൂ. മുമ്പ് ജനകീയ കോടതിയില് ഞാന് അരുണ് എല്ലാം കൂടി ഡോക്ടർ അരുണുണ്ടല്ലോ, ഞങ്ങളെല്ലാം കൂടി ചർച്ചയ്ക്കിരുന്നു. ആ സമയത്ത് വന്നത് ഹൈത്തമിയാണ്. ഈ ഹൈത്തമി ഞാൻ ഖുർആൻ
ഷുഹൈബുൽ ഹൈതമി. ആ ഹൈതമി മുമ്പ് ആരിഫുമായിട്ടും ഡിബേറ്റ് അറിയാം. ആ അല്ല, ആ വീഡിയോ എവിടെയെന്ന് ചോദിക്കും, ഇതുവരെ വന്നില്ലല്ലോ. ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് അവസാനം അരുണിനോട് ചോദിച്ചപ്പോൾ അരുൺ പറയാണ്, ഞങ്ങള് 100-150 തൊഴിലാളികളുണ്ട്, ടീച്ചർക്ക് അറിയില്ലേ, അത് ഇസ്ലാം മത വികാരം വ്രണപ്പെട്ടു പോകുമെന്ന് പറയുമ്പോൾ ആരെല്ലാം കൂടെ അടിച്ച് തകർത്തു പോയി, ഞങ്ങളുടെ കഞ്ഞുകൂടി പൊട്ടിപ്പോകും. അപ്പൊ ഇത്രേ ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന ഹുദവിമാര്, സുഹരിമാര്, സുല്ലമിമാര്, ദാരമിമാര്, കാസിമിമാര്, ഇവരൊക്കെ ഇവിടെ പോയി. അരുൺ അങ്ങനെ പറഞ്ഞു എന്നാ ടീച്ചർ പറയുന്നത്? അതെ, പറഞ്ഞിട്ടുണ്ട്. അതായത് അത് പുറത്ത് വിട്ടാൽ അവരുടെ കഞ്ഞികൂടി മുട്ടും. യെസ്, അതുകൊണ്ടാണ് വിടാത്തതെന്ന് പറഞ്ഞു. അത് ശരി. പക്ഷെ ഞാനത് എടുത്തു ചോദിക്കാൻ കാരണം, ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്നത് ആ വീഡിയോ വരാത്തത്, അതിനകത്ത് ഹൈതമി ടീച്ചറെ പഞ്ഞിക്കിട്ടു, അതുകൊണ്ടാണ് ഇടാത്തതെന്നാണ് അവർ പറയുന്നത്. അതെ, പഞ്ഞിക്കിട്ടാതെ പുറത്ത് വിടുകയല്ലേ വേണ്ടത് അല്ലേ? എന്തായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സംഘടനയുടെയും ആളല്ല, അതുകൊണ്ട് എനിക്ക് ഫോഴ്സ് ഇല്ല, എനിക്ക് അവരെ ഫോഴ്സ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്യിക്കാനും പറ്റില്ല. അപ്പൊ ജാമിദായെ പഞ്ഞിക്കിട്ടെങ്കിൽ യുക്തിവാദികളെ പഞ്ഞിക്കിടുന്നതിന് തുല്യല്ലേ? എന്താ സംഭവിച്ചതെന്നറിയാമോ? അയാള് പറഞ്ഞു, പിന്നെ അല്ല, ജാമിദ പറയുന്നുണ്ട് നബി അങ്ങനെ കെട്ടി ഇങ്ങനെ, ഇവരെ എനിക്ക് പോയിന്റ് ഇട്ട് തന്നതാണ് കേട്ടാ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന വചനത്തിൽ ഉണ്ട് ഹൈതമി എന്ന് പറഞ്ഞു. മതത്തെ എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെട്ടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അതെ, ഖുർആനിലെ ചിത്രവധം പോലെയുള്ള രീതികളൊക്കെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ എതിർഭാഗങ്ങളിൽ നിന്ന് കയ്യും കാലും ഒക്കെ ഛേദിക്കാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചിത്രവധം ഉണ്ടല്ലോ ഹൈതമി, ഉണ്ടല്ലോ, ചിത്രവധം ഉണ്ടല്ലോ. കാരണം പ്രവാചകനെ എതിർത്തു എന്ന കാരണത്താൽ 2 ഒട്ടകത്തെ നിർത്തിയിട്ട് കയ്യും കാലും രണ്ടായിട്ട് ഒരു പെണ്ണിനെയാണ് ചെയ്തത്, ഒരു സ്ത്രീയോട് ചെയ്തതാ. അതുപോലെ അസ്മാ ബിന്തു മർവാൻ, ഡോക്ടർക്ക് അറിയാമോ ആ കഥ? ബുഖാരിക്കകത്ത് ഒരു 3ഓളം പേജുകളിലാണ് അത് എഴുതിയിട്ടിരിക്കുന്നത്. ഒരു കഅബിന്റെ വധവും ഈ അസ്മാ ബിന്തു, ഏറ്റവും ബിഗ് ആയിട്ടുള്ള ഹദീസാണ്. 3-4 പേജുണ്ട്. 5 കുട്ടികള്, 4ാമത്തെ കുട്ടി മുല കുടിക്കുന്ന പ്രായമാണ്. അത് മുല കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് 4 പേര് കവിത എഴുതിപ്പോയി എന്ന കാരണത്താൽ തലയും കൂടെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു വാളും കൊടുത്തുവിടാണ്. ഈ കുഞ്ഞിനെ ആദ്യം പറിച്ച് മാറ്റിയെറിയാണ്, ഈ മുല കുടിക്കുന്ന കുഞ്ഞിനെ. അനാഥകളെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന ഒരുത്തനാണ് കേട്ടോ ഈ ചെയ്യുന്നതെല്ലാം. എന്നിട്ട് എന്നിട്ടല്ലേ സംരക്ഷിക്കാൻ പറ്റും, അതല്ലേ? എന്നിട്ട് മാറിലേക്ക് വാള് ആഴത്തിൽ ഇറക്കുകയാണ്, എന്നിട്ട് അത് ഊരിയെടുത്തിട്ട് ഉറപ്പുവരുത്തുകയാണ് ഇവര് മരിച്ചു. മറ്റു കുഞ്ഞുങ്ങൾ കിടന്ന് കരയുക. ആ കാലഘട്ടമല്ലേ, ഇപ്പൊ ചെറിയ കുട്ടികളായിരിക്കുമല്ലോ. എന്നിട്ട് ആ ഇറ്റ് വീഴുന്ന ചോരത്തുള്ളിയുമായിട്ട് ആളിവിടെ വന്നിട്ട് പറയാണ്, തീർത്തിട്ടുണ്ട് നബി. അപ്പൊ നബിക്ക് സന്തോഷമായിട്ട് നബി, എല്ലാവരും വരുന്നടാ, നാളെ സ്വർഗത്തിലേക്ക് എന്റെ കൂടെ പോകുന്ന അനുചരനാരെന്നറിയുമോ? അറിയില്ല പ്രവാചകനെ, ആരാണ്? വരാടാണ് എന്ന് പറഞ്ഞു. തുപ്പി കാണിക്കാന്ന്, നമ്മളാണെങ്കിൽ തുപ്പി കാണിക്കാമെന്ന്. എന്നിട്ട് ഈ നബി ഉണ്ടല്ലോ, ഇവനാടാ എന്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് വരുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് യാതൊരു ചലനവും ഇല്ല എന്നുള്ളത്. എന്നിട്ട് ഇയാള് മാനവരിൽ മഹാമ്ലേച്ഛനാണെന്ന് നമ്മൾ പറയുമ്പോ നബിയെ കളിയാക്കുന്നു, നബിയെ പരിഹസിക്കുന്നു. ആ പ്രവാചകൻ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ചെയ്താല് അവര് ജയിലിലാവില്ലേ? എന്തെങ്കിലും ഒരു കാര്യം ആ നബി ചെയ്തതെന്ന് അംഗീകരിക്കാനോ അനുധാവനം ചെയ്യാനോ പറ്റും? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് പറയുമ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ടി വരികയാണ്. ഒന്ന്, നമ്മളുടെ എഡിറ്ററിനോടാണ് ഇത് കട്ട് ചെയ്ത് നമുക്ക് വേറെ ആക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ആ ഹൈതമിയുമായിട്ടുള്ള വീഡിയോ പുറത്ത് വരാത്തെന്നുള്ളതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് സഹായിക്കണം. 2, ഇത് കേൾക്കുന്ന ജഡ്ജി, വക്കീല്, പ്രതിഭാഗം വരാനിരിക്കുന്ന ആളുകളോടാണ്, ഞങ്ങൾ ഹദീസിലുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല, ഇതുകൊണ്ടാണ് നമ്മളിതൊക്കെ പറയണത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് കേസുമായിട്ട് പോയാൽ നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇറക്കിക്കുന്ന വക്കീൽ ഫീസ് 1 പൈസ ഇറക്കിച്ചാൽ അത് 10 രൂപയായിട്ട് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഒരു സംശയം വേണ്ട. ഓക്കെ, ടീച്ചർ തുറന്നു. അല്ല, ഒരു കുഴപ്പമില്ല. കേസും വഴക്കും ഒക്കെ അങ്ങനെ പേടിക്കുവാണെങ്കിൽ പിന്നെ ഈ മേഖലയിൽ നിൽക്കാൻ പറ്റും. പേടിയൊന്നുമില്ല. ഇവിടെ പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വക്കീൽ ഫീസിന് വേണ്ടിയിട്ടുള്ളത്. അതിവിടെ നടക്കുന്നുണ്ട്. ആണോ? എനിക്ക് പിന്നെ അങ്ങനത്തെ കലാപരിപാടികളൊന്നുമില്ല. ഞാൻ ഷെയർ തരാം, ഡോണ്ട് വെറി. 50-50 നമുക്ക് അല്ല, കുഴപ്പമില്ല. ഞാൻ ഈ മേഖലയിൽ നിൽക്കുമ്പോ നമുക്ക് അതിനുള്ള ഗഡ്സ് വേണമല്ലോ. പിരിവിട്ടിട്ട് വേണ്ട, എനിക്ക് അത് പറ്റും, കുഴപ്പമില്ല. നമുക്ക് ഈ മേഖലയിൽ ആവശ്യം പറഞ്ഞാൽ മതി, എത്രയാ വേണ്ടെന്ന് ചോദിച്ചാൽ മതി, നമ്മൾ ഇവിടെ തരുന്നതായിരിക്കും. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പിരിവ് വേണ്ടി വരും കേട്ടോ, ഇല്ലെന്നല്ല. അതാ പറഞ്ഞത്, മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ജീവിച്ചു പോണത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളവിടെ ജയിലിൽ കിടക്കേണ്ടതാണ്.
പോക്കായത്. അപ്പോ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ഇവർ ഇങ്ങനെ എതിർപക്ഷത്തെ ഉന്മൂലനം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നതെല്ലാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നബി കാണിച്ചു കൊടുത്തതാണ്. അബു അഫാഖ് എന്ന് പറയുന്ന 104 വയസ്സുള്ള ഒരു മനുഷ്യൻ അന്ന് നബിയെ എതിർത്തുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താലാണ് ആ മനുഷ്യന്റെ തലയെടുക്കാൻ നബി കൽപ്പിച്ചത്. അങ്ങനെയാണ് പോയി തലയെടുത്തുകൊണ്ട് വരുന്നത്. ഇങ്ങനെ ഇവരെന്തൊക്കെയാണോ ചെയ്തത് അതുപോലെ എതിർകക്ഷികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തും ചെയ്യും. അങ്ങനെയാണ് ഇത്രയും കാലവും ഇവർ ഇത്രയും സ്ത്രീവിരുദ്ധതകൾ പറഞ്ഞിവിടെ പിടിച്ചു നിന്നത്. അപ്പൊ നമ്മള് ഇത് ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ് എന്ന് പഠിപ്പിക്കാൻ നിർഭയം മുന്നോട്ട് വന്നു. ഒരു പക്ഷേ കലാനാഥ മാഷും അബ്ദുൽ അലി മാഷും ഒക്കെ മുൻകാലത്ത് പറഞ്ഞിട്ടുണ്ട്, ജബ്ബാർ മാഷും ഒക്കെ. അവരൊക്കെ പറഞ്ഞത് ഒരു പക്ഷേ ഇത്രയും ആളുകളിലേക്ക് ഇൻഫ്ലുവൻസിൽ എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല. എന്തായിരുന്നാലും അവര് കുറച്ചുകൂടി മൈൽഡ് ആയിരുന്നു. നമുക്ക് പിന്നെ മുന്നും പിന്നും നോക്കാനില്ലാത്തത് കൊണ്ട് വലിയ ഫാക്ടറാണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ചില സൊല്യൂഷൻസ് ഉള്ളത് കൊണ്ട് നമുക്കിത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ചിന്തിക്കാനും കഴിയുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ഡിബേറ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇന്ന് രാവിലെ എത്ര മെയിലും വാട്സപ്പ് മെസ്സേജുമാണ് വന്നത് എന്നറിയാം. ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പം സക്കരിയ സുലാഹി എന്ന് പറയുന്ന വലിയൊരു കർമ്മശാസ്ത്ര പണ്ഡിതനുണ്ട്, മുജാഹിദിന്റെ വിഭാഗമാണ്, എന്നെയൊക്കെ കർമ്മശാസ്ത്രം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹത്തോട് ഒരാൾ വിളിച്ച് ചോദിക്കുകയാണ്, ഉസ്താദെ എന്റെ മോള് +2 പഠിക്കുന്നത്, ലുഹർ നമസ്കരിക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത്? ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2. എന്റെ കുട്ടി +2 പഠിച്ചു എന്ന് പഠിച്ചോന്ന് ചോദിക്കൂല, പക്ഷെ ഉച്ചയും കുത്തി മറിഞ്ഞോ എന്നാണ് ചോദിക്കുക. ഇങ്ങനെ വരുമ്പോൾ മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗം എവിടെ നിൽക്കുന്നു? 1930കളില് ഈ AP സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതിൽ പറഞ്ഞിരുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല എന്നായിരുന്നു. പെണ്ണിനെ പഠിപ്പിക്കരുത്, അവരെ വേണമെങ്കിൽ അവരെ നിങ്ങൾ വേണമെങ്കിൽ തുന്നൽ പഠിപ്പിച്ചോ, കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞു. അവര് വീട്ടിനകത്ത് തളച്ചിടാൻ പറ്റിയ മാർഗം. ഇപ്പം എന്റെ അച്ഛൻ നല്ല വിദ്യാസമ്പന്നനാണ്, അമ്മച്ചിക്ക് വിദ്യാഭ്യാസമില്ല. ഒരു 70 വർഷത്തിന് മുകളിലോട്ട് വയസ്സുള്ളവരെ നോക്കിയാൽ എത്ര മുസ്ലിം സ്ത്രീകൾക്ക് അക്ഷരാഭ്യാസം ഉണ്ടാകും? ഹോജ സ്ത്രീകൾ സ്കൂളിൽ പോകാൻ പാടില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. വിദ്യാഭ്യാസം അവർക്ക് പാടില്ലായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും നേടി ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയപ്പോൾ പെൺകുട്ടികൾ അവളെ അടക്കാനും അടിമപ്പെടുത്താനും പോകുന്നവരോട് ഇറങ്ങിപ്പോടാ, ഞാൻ പണിയെടുത്ത് ജീവിച്ചോളാം എന്ന് പറയത്തക്ക രൂപത്തിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായി. ഇന്ന് രാവിലെ ഒരുപാട് കോളുകൾ വന്നു. അപ്പം അനുസൃതം കുറെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർ ചോദിക്കുന്നത് ഇതാണ്, ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഇത് AP-യുടെ മാത്രം വിഷയമല്ല കേട്ടോ. അല്ലെ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അവിയൽ പരുവമാണല്ലോ. MM അക്ബറിനോട് 2 പെൺകുട്ടികൾ ചോദിക്കുകയാണ്, ഞങ്ങള് PG ഒക്കെ കഴിഞ്ഞു, വീണ്ടൊക്കെ. അല്ല, ടീച്ചർ പറഞ്ഞു, എൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് പറയാണ്. അതായത് ജമാഅത്ത് ഇസ്ലാമി അവർ വലിയ പുരോഗമനം പറയുന്നു. മൗദൂദി എന്താ പറഞ്ഞത്? സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി, പൊതുരംഗത്തേക്ക് പോലും ഇറങ്ങാൻ പാടില്ല, പൊതുരംഗം ആണിനുള്ളതാണെന്ന് പറഞ്ഞു വെച്ച ആളാണ് മൗദൂദി. അപ്പം ഈ MM അക്ബറിനോട് 2 പെൺകുട്ടികൾ ചോദിക്കുകയാണ്, അല്ല ഞങ്ങൾക്ക് പിന്നെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളുണ്ട് ഈ മലപ്പുറം മലബാർ മേഖലകളിൽ, എന്തെങ്കിലും തൊഴിലെടുക്കാമോ? ജോലിക്ക് പോകുന്നതിന് എന്റെ ഇസ്ലാമിക മാനം എന്താണ്? MM അക്ബർ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാല് അവര് പുരോഗമനത്തിന് വേണ്ടി വന്നവരാണെന്നാ പറഞ്ഞത്. പുരോഗമനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഈ സംഘടന തന്നെ സ്ത്രീകളെ നവീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു വന്ന സംഘടനയാണ്. MM അക്ബറിന്റെ മറുപടി എന്തായിരുന്നു അറിയാമോ? 10 വർഷം നിങ്ങൾ തൊഴിലെടുത്ത് എന്ത് സമ്പാദിച്ചു എന്നതിനേക്കാൾ 10 വർഷം കൊണ്ട് നിങ്ങൾ എത്ര പെറ്റുകൂട്ടി എന്നതാണ് പഠിച്ചോലെ സ്വീകാര്യം. എന്നിട്ട് ഇവര് പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കണ്ട, പെട്ടെന്ന് കെട്ടിച്ചു വിട്ടേരെ എന്ന് പറഞ്ഞു. സിംസാറുൽ ഹക്ക് ഹുദവി എന്താ പറഞ്ഞത്? അതായത് നിങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും വയറ് സംബന്ധമായിട്ട് ഗൈനക്കോളജി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാല് നിങ്ങൾ ഒരു മുസ്ലിം വനിതാ ഡോക്ടറെ, അപ്പോഴും തുണി പൊക്കി നോക്കി മതവും ജാതിയും നിക്കാബും ഒക്കെ നോക്കണമെന്ന. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഞങ്ങൾക്ക് ഹിജാബ് വേണം എന്ന് പറഞ്ഞ വിഷയം വരെ വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാവരും തത്തുല്യരാണ്. ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്നതാണ് പുറത്തു വരുന്നത്. 1. 2, ഇവർക്കിത് പ്രാവർത്തികമാക്കാനും പറ്റുന്നില്ല. ഇവരുടെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ വിട്ട് പഠിപ്പിക്കുന്നത്. ഇവരെ ഇംഗ്ലീഷ് കാഫറിന്റെ ഭാഷയാണെന്നായിരുന്നല്ലോ ഇതുവരെ ഇവര് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്. ഇവര് സ്പോക്കൺ ഇംഗ്ലീഷ് കോച്ചിങ്ങുകൾ തുടങ്ങിയേക്കുക. കൊച്ചിയില് വീടുകളിൽ താമസിച്ച്, കുടുംബത്തോടെ തന്നെ വീടുകളിൽ താമസിച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്ന സെന്ററുകളുണ്ട്. 20-25 ദിവസം കൊണ്ട് ഫുൾ ഇംഗ്ലീഷ് മാത്രം
കുടുംബത്തോടു കൂടി തന്നെ. എത്രയാ 40,000 രൂപയോ 25,000 രൂപയോ ഒക്കെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഫാമിലി പാക്കേജാണ്. അയ്യോ, അവർക്കൊരു പരസ്യം കൂടിയായി. അപ്പൊ ഇങ്ങനെ ഏതൊക്കെ രൂപത്തിൽ ഇവർക്ക് മാറാമോ ആ രൂപത്തിലൊക്കെ ഇവര് മാറുകയാണ്. പിന്നെ വേറൊരു വിഷയമുണ്ട് ഇതിനകത്ത് കേട്ടോ. അന്യ പുരുഷനും സ്ത്രീയും ഇടകലർന്നാൽ അവിടെ ഒരു കെമിസ്ട്രി രൂപപ്പെടുമല്ലോ അല്ലെ. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. നമ്മുടെ A.T. കോപൂര് പറഞ്ഞതുപോലെ അങ്ങനത്തെ ഒരു ആകർഷണം എന്റെ മോന് പെണ്ണിനോട് തോന്നിയിട്ടില്ലെങ്കിൽ എന്റെ മോൻ ഇപ്പൊ ബയോളജിക്കലി കുഴപ്പമുണ്ടെന്ന് അർത്ഥം. ഈ അടുത്ത് നമ്മളെ ജാക്കിർ നായിക്ക് പറഞ്ഞു, അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി സംസാരിച്ചിട്ട് 20 മിനിറ്റ് സംസാരിച്ചിട്ടും അവളിൽ ഒരു താല്പര്യം തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവനെന്തോ മെൻ്റലി കുഴപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ജാക്കിർ നായിക്ക് ഈ അടുത്ത് പാകിസ്ഥാനിൽ പോയിട്ട് പറഞ്ഞാണ്. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന കാര്യം ഒന്ന് സൂചിപ്പിച്ചു പറയാം. ടീച്ചർ പറഞ്ഞ സാധനത്തിൻ്റെ ആ എഴുത്താണിത്. ഇത് അൽ ബയാൻ പേജ് 17 1930 ഫെബ്രുവരി പുസ്തകം 1 ലക്കം 3 അതിനകത്ത് വന്ന സാധനമാണ്. ഇതിൻ്റെ മലയാള രൂപം ഇവിടെ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ മലയാള രൂപം. ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശറഅ അനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാപങ്ങൾ വന്നു വശാകുന്നതും അത് പല പാപങ്ങൾക്കുള്ള ഉപകരണമാകുന്നതും ദൃഷ്ടിയിൽ അറിയപ്പെടുന്നതായും പെട്ടതായും വരുന്നത് കൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശറഅ അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയാൽ അത് അസ്ലിൽ മക്രൂഹ് മാത്രമാണെന്നും ഇക്കാലത്തുള്ള സ്ത്രീകൾക്ക് അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. അൽ ബയാൻ ഇതാണ് എഴുതിയിരിക്കുന്നത്. ബുദ്ധി ഇത് എഴുതിയിരിക്കുന്നത് നമ്മളുടെ മറ്റേ മുജാഹിദ് വിഭാഗം സമസ്തക്കാരെ അടിക്കാൻ വേണ്ടിയിട്ട് അവർ പൊക്കി കൊണ്ടുവന്നാണ്. ഇത് ജൂതം കൊണ്ടുവന്നതല്ല. അതും കൂടി ഒന്ന് ഓർമ്മിക്കണം. അതെ, ഇത് അവരെ ഇത് ഷാഫി സ്വലാഹി എഴുതി വെച്ചിരിക്കുന്ന സാധനമാണിത്. ഇതിൻ്റെ കാരണം പെൺകുട്ടികൾ പഠിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന് എതിരാണെന്നായിരുന്നു വിവരം കെട്ട മുല്ലമാർ ഒറിജിനൽ സമസ്ത കേരള മുസ്ലിങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഒരു കാലത്ത് മുസ്ലിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നത് ഹറാമായിരുന്നു. യെസ്, ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ വന്നപ്പോൾ ഇവരതെല്ലാം തലകുത്തനെയാക്കി. ഇവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. കൽക്കട്ടയിൽ മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കയറി ഇറങ്ങുക, ചെരുപ്പ് തേയുവോളം. ആ സമയത്ത് ശവം കുത്തിക്കീറുന്ന പഠിത്തത്തിന് മുസ്ലിം കുട്ടികളെ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നവരാണ് ഇവര്. ആ സമയത്ത് ഇവിടെ നമ്മുടെ തലശ്ശേരിക്കടുത്ത്, തലശ്ശേരി, വടകര, കണ്ണൂര് ആ ഭാഗത്ത് കോട്ടയമുക്ക് എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. ഈ കോട്ടയമുക്കില് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആക്കി ബുസ്താനിൽ ഉലൂം എന്ന് പറയുന്ന ഒരു മദ്രസ. കാരണം ഇവരെ വിട്ടാലല്ലേ കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ പോകുള്ളൂ. സ്കൂളിൽ പഠിക്കാൻ വിടാൻ പറ്റത്തില്ലല്ലോ, സ്കൂള് ഹറാമല്ലേ. അപ്പൊ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ മദ്രസ. അപ്പം ബ്രിട്ടീഷുകാരല്ലേ, അവര് കുറച്ച് പുരോഗമനമുള്ളവർ. അവര് പറഞ്ഞു, ഈ കുട്ടികളെ എന്തെങ്കിലും ഒരു ഭാഷയൊന്നും പഠിപ്പിക്കും നിങ്ങൾ, ഈ കുട്ടികൾക്ക് ഇത് മാത്രം പോരല്ലോ. അങ്ങനെ ഭാഷ പഠിപ്പിക്കുന്നവർക്ക് ഞങ്ങൾ വേണമെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗ്രാന്റ് തരാം. അങ്ങനെ മുന്നോട്ട് വന്ന് അതിന് വന്നവർക്കും അറിയണ്ടേ, ഗ്രാന്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻസ്പെക്ഷന് വന്നിരിക്കുകയാണ് ഈ കോട്ടയമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. 2-3 അന്ന് വൈസ്രോയി പ്രഭു അവരൊക്കെയാണല്ലോ വരിക. അങ്ങനെ ഇൻസ്പെക്ഷന് വരികയാണ്, ഇൻവിജിലേറ്റർ എന്നൊക്കെ നമ്മൾ ഇന്ന് പറയും. അവര് വന്ന സമയത്ത് ഒരു ഉസ്താദ് വന്നിട്ട്, അതെ ഇനി ഞാൻ പാസ പഠിപ്പിക്കില്ല, പാസ പഠിപ്പിച്ചാൽ ഇഞ്ഞി കിട്ടൂല. എന്താ കാരണം? അതെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്റെ കൂടെ പഠിച്ച ഇവരൊക്കെ എഴുതി വിട്ടതാണ് കേട്ടോ, ഇവരുടെ മാസികയ്ക്കകത്തുള്ള സംഗതിയാണിത്, ഞാൻ പറഞ്ഞതല്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം എഴുതുന്നതാണ്. എന്റെ കയ്യിൽ എവിടെയോ കാണും, തപ്പണം ഉണ്ടത്. അപ്പോ ഞാനത് വടകര തലശ്ശേരിയിൽ പ്രസംഗിക്കാൻ പോയപ്പോഴത്തേക്കും ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതാ. ചിലപ്പോ ഗൂഗിളിൽ കിട്ടും, തപ്പിയാൽ കിട്ടുമായിരിക്കും. ആളുടെ പേരെന്താണെന്ന് പറഞ്ഞ വലിയ ഓർമ്മയില്ല. ബുസ്താനുലൂം കണ്ട മദ്രസയുടെ പേര് നമ്മുടെ അലിമാഷിന്റെ ബുക്കിലുണ്ട് കേട്ടോ. അലിമാഷിന്റെ ബുക്കിൽ കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനത്തെ നോട്ടുകളൊക്കെ എഴുതുന്ന ആളാണ്. അപ്പോ ഇദ്ദേഹം പറയാണ്, എന്റെ കൂടെ പഠിച്ച എല്ലാ പുരോഹിതന്മാരും നിരനിരയായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു. എന്റെ കാര്യം എത്തിയപ്പോൾ പാലമങ്ങാടാണ്. എന്താ കാരണം? ഞാനിവിടെ ഭാഷ പഠിപ്പിക്കുമല്ലേ കുട്ടികളെ. അപ്പൊ കുട്ടികളെ എഴുത്ത് വായനയും ഒക്കെ വേറെ ഭാഷകൾ മതമല്ലാത്ത വിഷയം പഠിപ്പിച്ചത് കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഭാഷ പഠിപ്പിക്കില്ല, എനിക്ക് നിങ്ങളുടെ ഗ്രാൻഡും വേണ്ട. ഇങ്ങനെ ഈ സ്ത്രീകളുടെ അക്ഷരാഭ്യാസത്തെ, മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തെ
അങ്ങേയറ്റം എതിർത്തിരുന്ന ഒരു മതമാണിത്. ഇവരിനിയും 6-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാതെ നിന്നിട്ട് ഇവർ ആധുനിക ജനതയെ 6-ാം നൂറ്റാണ്ടിന്റെ തൊഴുത്തിലേക്ക് കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുമ്പോൾ പൗരധർമ്മം എന്ന നിലയിൽ നമ്മൾ അതിനെ എതിർത്തുകൊണ്ടേയിരിക്കുന്നു. എന്തൊക്കെ തന്നെ ട്രോളുകൾ ഉണ്ടായാലും കേസുകൾ ഉണ്ടായാലും ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാലും ശരി, ഒറ്റ കാലം മുന്നോട്ട് തന്നെ. ഇതെന്തായിരുന്നാലും ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഇനി എന്തായിരുന്നാലും ഒരു മടങ്ങിപ്പോക്കില്ല. നമുക്കിനിപ്പോ നമ്മുടെ അയ്യൂബിനെ പോലെ എന്തെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ കെട്ടിക്കണ്ടേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, അത് വെച്ച് തരാം, ഇത് വെച്ച് തരാം ഇല്ല. അങ്ങനെ ഛർദിച്ചത് തന്നെയാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഒഴിവാക്കിയത്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ ഏതെങ്കിലും ഒരു ആനുകാലിക പുസ്തകം, ഒരു പ്രസംഗം ഒരാൾ പറഞ്ഞു അല്ല, നന്നായിട്ട് ഇത് ഇഴകീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിച്ചിട്ടാണ് ഇത് മാനവികമല്ല എന്ന് മനസ്സിലാക്കി ഉപേക്ഷിച്ചത്. അതുകൊണ്ട് എന്തായിരുന്നാലും ഇതിന് ഉൾകുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ കോള് വെച്ചിട്ടാരും വിളിച്ചില്ല അല്ലേ? വിളിക്കണ്ട്. ഞാനത് ഇവിടെ സൈലന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. കോള് വന്നോണ്ടേ ഇരിക്കുകയാണ്. നമുക്കൊരു വിശ്വാസിനെ അങ്ങോട്ട് വിളിച്ചാലോ? ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയുണ്ട് ജോലി സ്ഥലത്ത് ഇരിക്കുമ്പോഴേ. അത് അങ്ങോട്ട് തിരിച്ചു വിളിച്ചാലോ? ശരി, ഓക്കെ, ഒന്ന് വിളിച്ചു കളയാം. കേൾക്കാം. ടീച്ചർക്കുള്ള തെറിയായിരിക്കും. രണ്ടും കൽപ്പിച്ചിരുന്നോ? താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം. ഇത് അങ്ങോട്ട് വിളിക്കുമ്പോൾ എടുക്കൂല. ഇതാണ് ഇവരുടെ കുഴപ്പം. എന്തായാലും ഇനി വിളിക്കാൻ നോക്കാം. ഇനി ഒരാളും കൂടി ഉണ്ട്. ഒരു സെക്കൻഡ്. അറബി വിളിച്ചാണ്. ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ അറബി വിളിച്ച നിങ്ങളുടെ സ്വന്തം അറബി വിളിച്ച. ഒരു സെക്കൻഡ്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2 ചാനലിലുണ്ട്. അടുത്ത കോൾ. ഇത് നമ്മളുടെ കെട്ടുകഥ കോയ. ഇന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് വീണ്ടും എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വിളിച്ചു കളയാം. കേൾക്കാമല്ലോ അല്ലേ ടീച്ചർക്ക്? ഹലോ ഹലോ, കെട്ടുകഥ കോയ അല്ലേ? പറഞ്ഞു. അതെ, ഞാനും ഉണ്ട്, ജാമിദ ടീച്ചറും ഉണ്ട്. നിങ്ങൾക്ക് ചോദിച്ചോ? ഞാനും ഉണ്ട്, ജാമിദ ടീച്ചറും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ? ഓക്കെ, ഞാൻ പിന്നെ നിങ്ങൾക്ക് തിരക്കാണെ വിളിച്ച് ശല്യപ്പെടുത്തണ്ടോ? വളരെ നല്ല കാര്യം. ഇപ്പൊ തിരക്കില്ല, ഇപ്പൊ ലൈവിലാണ്. നിങ്ങൾ സംസാരിക്കുന്ന ലൈവാണ്. പറഞ്ഞോളൂ. ഒരു 2500 ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 2000 ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. 2000, 3000, 10000 കണ്ടുകൊണ്ടിരിക്കണം. നമുക്ക് വിഷയമുള്ള കേസ് പറഞ്ഞോളൂ. പിന്നെ ഈ കാഫറുകളെ കണ്ടെടുത്ത് വെട്ടി കൊല്ലണം എന്നാണ് മുസ്ലിമിന്റെ നിയമം എന്ന് പറയുന്നു. എന്നിട്ട് എത്ര പേര് ഇവിടെ മതത്തിന്റെ പേരിൽ ആരെ കൊന്നിട്ടുണ്ട് നമ്മുടെ നാട്ടില്? കൊന്നിട്ടുണ്ടോന്നോ? നമ്മുടെ നാട്ടില് എത്ര പേര്? കാശ്മീരി പണ്ഡിറ്റുകൾ അറിയോ? ഇവിടത്തെ കാര്യം പറയുമ്പോ നിങ്ങൾ ഈ പാകിസ്ഥാനിലോട്ട് പോവാതെ, കാശ്മീരിലോട്ട് പോവാതെ. ആയിക്കോട്ടെ, കാശ്മീരിലോ പാകിസ്ഥാനിലോ നടക്കുന്ന സംഭവം അല്ല പറയുന്നത്. പിന്നെ അപ്പൊ ഒരു ഖുർആനിലോ ഒരു പ്രവാചകനിലോ അങ്ങനെ നിയമം ഇപ്പം മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട. അതായത് മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചതിനുള്ള ഉത്തരാണ് പറയുന്നത്. കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവര് കാഫിറായിരുന്നില്ലേ? അതെ. അവരാരെ കൊന്നത്? അവരെ കൊന്നത് നാട് പിടിയിച്ചത് ആരാണ്? അതെല്ലാം വേറെ ഇതാ. നിങ്ങൾ പറയുന്ന പോലെ മുസ്ലിങ്ങൾ മതത്തിന്റെ പേരിൽ ആരെയും കൊന്നിട്ടില്ല. കാശ്മീരി പണ്ഡിറ്റുകളെ കൊന്നെന്ന് കൊന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ആണല്ലോ, അത് നിങ്ങൾക്ക് അറിയില്ലേ? അതായിക്കോട്ടെന്നോ എന്തായിക്കോട്ടെന്നോ? കൊന്നോട്ടേന്നോ? അത് അവിടെ കാശ്മീരിലും പാകിസ്ഥാനിലും കാശ്മീർ ഇന്ത്യയിലാണ് കോയ. ഇനി അടുത്തത് ചോദിക്കൂ. നിങ്ങൾക്ക് ജാമിദ ടീച്ചറോട് എന്തെങ്കിലും ചോദിക്കാണ് ചോദിക്കൂ. ജാമിദ ടീച്ചറോടൊന്നും ചോദിക്കുന്നത് ഞാൻ അവളോട് സംസാരിക്കാറില്ല. ഞാൻ പെണ്ണുങ്ങളോട് സംസാരിക്കേണ്ട കാര്യം നമുക്ക്. പെണ്ണുങ്ങളോട് എന്താ സംസാരിച്ചാൽ നിങ്ങളുടെ സാധനം ഊരി പോവോ?
ഊരിപ്പോന്നല്ല. പറയൂ. നിങ്ങളുണ്ടല്ലോ, നിങ്ങളുള്ള പിന്നെ അവര് സംസാരിക്കേണ്ടവരുണ്ടോ? ടീച്ചർക്ക് എന്തെങ്കിലും ഈ പെണ്ണുങ്ങളെ പേടിക്കുന്ന ഈ കോയോട് വല്ലതും പറയാനുണ്ടോ ടീച്ചർ? പെണ്ണുങ്ങളെ പേടിയൊന്നുമില്ല. പെണ്ണുങ്ങളെ എന്തിനാ പേടിക്കുന്നത്? നമ്മളെ കുടുംബമായിട്ട് നമുക്ക് കെട്ടോളും പിള്ളേരെ കൊള്ളാം. അല്ല, ഒരു സെക്കൻഡ്, നിങ്ങൾ ഹോൾഡ് ചെയ്യൂ. ടീച്ചർക്ക് നിങ്ങളോട് എന്തോ പേടിയൊന്നുമില്ല. ഒന്ന് ഹോൾഡ് ചെയ്യൂ. ഒന്നാമതായിട്ട് അല്ല, ഇതാരോ ആവട്ടെ സഹോദര, ഇത് ഹദീസ് അല്ല, ഖുർആൻ ആയത്താണ്. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 5-ാമത്തെ വചനമാണ്. കാഫിറുകളെ കണ്ടാൽ കണ്ടെത്തിയിടത്ത് വെച്ച് ആയിക്കോട്ടെ, അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് ഹദീസ് കിട്ടുന്നു എന്നാണ്. ടീച്ചർ ഈ നബിയെ കുറിച്ച് മറുപടി പറയട്ടെ, എന്നിട്ടുള്ള രണ്ടാമത് ചോദ്യം. കാഫിറുകളെ കൊല്ലാനൊന്നും ഒരു മതത്തിലും പറയില്ല, പറഞ്ഞിട്ടുമില്ല. അത് ഇസ്ലാമെന്നല്ല, അത് ഇസ്ലാമൊന്നുമല്ല. 9:5 എന്താ പറഞ്ഞിരിക്കുന്നത്? അത് ഇസ്ലാമൊന്നുമല്ല, ക്രിസ്ത്യാനിയൊന്നുമല്ല, ഹിന്ദുവിനുമല്ല. ഒരു മതത്തിലും കൊല്ലാൻ പറഞ്ഞിട്ടില്ല ഭായി. അത് നിങ്ങൾ വെറുതെ തള്ളണ്ട. നമുക്ക് ഖുർആനിലും പറഞ്ഞിട്ടില്ല, ഹിന്ദു ഒരിടത്തും സമയം തരൂ സുഹൃത്തെ. നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ, ആ ചോദ്യത്തിന് റെസ്പോണ്ട് ചെയ്യട്ടെ. അടങ്ങ്. പറ. ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണമാണല്ലോ. ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണമാണ്. 9-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ ഭായി, അത് സത്യം നിങ്ങൾ വളച്ചൊടിക്കുന്നതാണ്. നിങ്ങൾ അവിടെ നേരെയുള്ളത് നിങ്ങൾ പറയൂ, കേൾക്കാം. ഞാൻ പറയട്ടെ, നിങ്ങള് ഇപ്പം ഒരു മനുഷ്യന്റെ പടം വരയ്ക്കുന്നു, എന്നിട്ട് പറയുന്ന കേക്കല്ലേ? എനിക്കൂടെ പറയാൻ അവസ്ഥ എന്താ? നിങ്ങൾ ഇത് ഖുർആനിൽ ഉണ്ടോ ഇല്ലേ, അതിൽ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകും. അതാ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ, നിങ്ങള് ഒരു മനുഷ്യന്റെ പടം വരച്ചിട്ട് അതിന്റെ നിങ്ങൾ പറഞ്ഞതല്ലേ ഇതുവരെ കേട്ടത്. ഇനി അവിടെ നിക്ക് സുഹൃത്തെ, സുഹൃത്തെ നിങ്ങൾ അവിടെ നിക്ക്. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 5-ാമത്തെ വചനത്തിൽ പറഞ്ഞത്, ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയിടത്തു വെച്ച് കൊന്നുകളയുക എന്നാണ് പറഞ്ഞത്. ഒന്ന് ഇനി തരാം. മിസ്റ്റർ കോയ, ഇത് ഹദീസല്ല, ഇത് ഖുർആനാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഹദീസ് കിട്ടുന്നത് അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ആദ്യം ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ് എന്നൊന്ന് വേർതിരിച്ച് പഠിക്കേ. ഹദീസ് അല്ല അത് പഠിക്കേണ്ട കാര്യമില്ല ഭായി, പഠിക്കേണ്ട കാര്യമില്ലേ? അത് പഠിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്കറിയാം. അതെ, അത് അവിടെ നിങ്ങളുടെ ഭാര്യയാണോ ഇരിക്കുന്നത്? ഭാര്യക്ക് ഫോൺ കൊടുക്കും. ഞങ്ങൾക്ക് പറയാണ്ട്, ഞങ്ങൾക്ക് അത് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാര്യയാണോ മകളാണോ? ആരാ അവിടെ? ഏതോ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അതോ മാര്യത്തിൽ കിബിത്തിയാണോ നിങ്ങളുടെ വീട്ടിലെ? ഞങ്ങൾ മദ്രസയെ പഠിച്ചതാണ്. നിങ്ങളുടെ വീട്ടിലെ കേൾക്കൂ, നിങ്ങളുടെ വീട്ടിലെ അപ്പുറത്ത് മാര്യത്തിൽ കിബിത്തിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് ഫോൺ കൊടുത്തേ. അതായിക്കോട്ടെ, അയമ്പറട്ടെ. ഇപ്പൊ എനിക്ക് താങ്കളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങളുടെ സ്ക്രീനിൽ ഇത് കാണുന്നുണ്ടോ? നമ്മളുടെ ലൈവ് സ്ക്രീനിൽ നിങ്ങളത് കാണുന്നുണ്ടോ? യൂട്യൂബ് എടുക്കൂ. അവിടെ ഞാനിപ്പോ സ്ക്രീനിൽ ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഇത് ഖുർആനാണോ ഹദീസാണോ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. പഠിച്ചിട്ടുണ്ട്. സ്ക്രീൻ എടുക്കൂ. നിങ്ങൾ യൂട്യൂബ് തുറക്കൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ അതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന കള്ള ഹദീസാണ്. ഏത് തെളിവ് കാണിച്ചു തന്നാലും വിശ്വസിക്കാൻ ഞാൻ ആളല്ല. തലയ്ക്കകത്ത് താളതാമസമുള്ളവരോടൊന്ന് ചോദിച്ചിട്ട് വാവുക. ഇത് ഖുർആനാണെന്ന് പറയുമ്പോ പിന്നെ ഹദീസാണ് കള്ള ഹദീസ്. ഖുർആൻ കള്ളാണെന്ന് നിങ്ങൾ സമ്മതിച്ച? ഹദീസ് കള്ളാണെന്ന് നിങ്ങൾ സമ്മതിച്ച? ആരെയും കൊല്ലാൻ ഒരു മതവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണില്ല, പടച്ചോൻ പറഞ്ഞതാ, കാരുണ്യവാനായ പടച്ച റബ്ബ് ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇസ്ലാം വിട്ടവരാണ്. ഇസ്ലാം മുസ്ലിം വിട്ടവർ ഈ തെരഞ്ഞെടുത്തോണ്ടിരിക്കുന്ന എന്തിനാ?
നമുക്ക് നിങ്ങൾ സൗകര്യം ഉണ്ടായിട്ട് പറയുന്ന മൊത്തം നല്ലൊരു കള്ളത്തരമാണ്. ചരക്കാണ്. നല്ലൊരു ചരക്കായതുകൊണ്ട് മദ്യപാനം ഉപേക്ഷിച്ചവര് മദ്യത്തെ കുറിച്ച് സംസാരിക്കില്ലേ? അതുപോലെയാണോ ഇത്? ഇത് ഒരു കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ലഹരി വസ്തുക്കൾ കഞ്ചാവിനെ നിങ്ങൾ ഇങ്ങനെ എതിർക്കുന്നത് ശരിയാണോ? ഖുർആനിനെയും നിങ്ങൾ എന്തിനേയും നമ്മുടെ നാട്ടിൽ ജനാധിപത്യ നിയമം എന്താണ്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാതിരിക്കാം. അതുകൊണ്ട് പക്ഷെ അതിനെ അധിക്ഷേപിക്കാൻ വേണ്ടില്ല. അധിക്ഷേപിക്കാനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 19 എടുത്ത് വായിക്കും. ആർട്ടിക്കിൾ 19 വായിക്കും. ആർട്ടിക്കിൾ 19 വായിക്കും. നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടില്ല. നിങ്ങൾ ആർട്ടിക്കിൾ 19 വായിക്കാത്ത പറഞ്ഞ വചനം അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ലേ? അത് ആക്ഷേപമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് നേരത്തെ ഇതെല്ലാരും പറയുന്ന നേരാ. നിങ്ങൾ ആർട്ടിക്കിൾ 19 എന്താണെന്നറിയോ? ആർട്ടിക്കിൾ 19 എന്താ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് വിദ്യാഭ്യാസം അല്ല, നിങ്ങൾക്ക് അറബി അറിയില്ല, ഖുർആൻ ഏതാ ഹദീസ് ഏതാന്ന് അറിയില്ല, എന്നിട്ട് കടന്നിട്ട് ഇസ്ലാമിനെ രക്ഷിക്കും. എന്നാ പറയും ഇവിടെ സ്ക്രീനിൽ ഞാനിവിടെ ഒരു സാധനം വായിക്കാം, ഇത് ഖുർആനാണോ ഹദീസാണോ നിങ്ങളൊന്ന് പറയും. ഓക്കെ, പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഒരു എന്താ പറയാ ഒരു ഹൂറി പരാമർശം തരും. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. എന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അവരെ കൊന്നുകൊള്ളണം. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഖുർആനിലാണോ ഇത് ഹദീസിലാണോ എന്ന് പറഞ്ഞു. ഈ നിയമം ഉണ്ടെങ്കിൽ ഇവിടെ എത്ര പേരെ കൊന്നു? അതാ ഞാൻ പറഞ്ഞത്. 1921 മലബാർ കലാപത്തിൽ ഇവിടെ ഹിന്ദുക്കളെ കൊന്നോ? ഹിന്ദുക്കളെ കൊന്നോ? കാശ്മീരി പണ്ഡിറ്റുകളെ അവിടെയുള്ള കാശ്മീരിലെ മുസ്ലിങ്ങൾ കൊന്നോ? ചേകനൂർ മൗലവിക്ക് എന്താണ് സംഭവിച്ചത്? കോയമ്പത്തൂർ ഉക്കട ഫാറൂഖിന് എന്താണ് സംഭവിച്ചത്? ജോസഫ് മാഷിന് എന്താണ് സംഭവിച്ചത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. നമ്മുടെ വീടിന്റെ അടുത്ത് നിങ്ങൾ കൊന്നിട്ടില്ല. നിങ്ങൾ നല്ല മനുഷ്യനാണ്. ഐ ലവ് യു. അതുകൊണ്ടല്ലേ നിങ്ങളെ ഞാൻ വിളിച്ചത്. നിങ്ങളോട് അത്ര സ്നേഹമാണ്. ഇവിടെ നൂറുകണക്കിന് നൗഫൽക്ക, നിങ്ങളെ ഞമ്മക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളെ പെരുത്ത് മുഹബത്താണ് നിങ്ങളോട്. ഓക്കെ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഞമ്മള് വിളിച്ചത്. നിങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞമ്മളെ കൊന്നില്ലല്ലോ. നിങ്ങളോട് അതിന് തീരാത്ത നമുക്ക് നന്ദിയുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ആളിലേക്ക് പോകണം. നിങ്ങൾ ഏതായാലും ഖുർആനും ഹദീസെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതെ, നമുക്ക് സമയം പ്രശ്നമുണ്ട്. സമയം അതിക്രമിക്കുന്നു. നിങ്ങൾക്ക് ഖുർആനും ഹദീസും അറിയില്ല, അത് പഠിച്ചിട്ട്. ചുക്കനും ചുണ്ണാമ്പും അറിയാത്ത നമ്മളുടെ കെട്ടുകഥ റീലോഡ്. അടുത്തത് ഓൾറെഡി ഒരു വീഡിയോ വന്നതാണ്. നമുക്ക് ഒരു വീഡിയോ കൂടിയായി. നമ്മളുടെ എഡിറ്റർ ബ്രോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രേക്ക് ഒന്ന് കൊടുത്തോട്ടെ. ഒറ്റ സെക്കൻഡ്, ടീച്ചർ ഒന്ന് ഹോൾഡ് ചെയ്യും. യെസ്, അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് ടീച്ചർക്ക് ഇപ്പം മനസ്സിലായി. ടീച്ചർ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ദേഷ്യം വരരുത്, കൺട്രോൾ. ടീച്ചർക്കൊരു കോയാത്തി കോളിംഗ് തുടങ്ങിക്കൂടെ? ഞാനിവിടെ കോയാ കോളിംഗ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കോയാത്തി കോളിംഗ് അങ്ങ് തുടങ്ങ്, എന്നിട്ട് അത് അവിടെ അങ്ങ് പൊളിക്കും ഒരു സൈഡിൽ കൂടെ. അതല്ലേ വേണ്ടത്. ഇതേപോലെ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, അതായത് വിശ്വാസികളെ. ഇപ്പം ഇന്നലെ നമ്മൾ ഷാക്കിറിനോട് സംസാരിച്ചപ്പോൾ ഷാക്കിർ പറയുന്നത് നമ്മൾ പറയുന്നത് മുഴുവൻ മതവിരുദ്ധമായ, നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉള്ള കാര്യങ്ങൾ പറയുന്നു. ഇതാണ് പുള്ളിയുടെ പരാതി. എന്നാൽ പുള്ളിക്ക് ഇത് വല്ലതും അറിയാതില്ല. AP അബൂബക്കർ പറഞ്ഞ് ഇസ്ലാമാണോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. AP അബൂബക്കറിനെ തള്ളുക അതുമില്ല. ഇത് താലിബാൻ ചെയ്തതും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. മുഹമ്മദ് നബിയും താലിബാനും ചെയ്തത് തമ്മിൽ വ്യത്യാസമുണ്ടോ അതും അറിയില്ല. ഇതൊന്നും അറിയാതെ വന്നിരുന്ന് തള്ളുന്ന ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇതേപോലെയാണ് ഓരോ ആളുകളും. ഒരു ആളും കൂടി വിളിക്കുന്നുണ്ടല്ലോ. ഒരു സെക്കൻഡ്, ടീച്ചർക്ക് ഒരു കോളും കൂടി എടുക്കാമല്ലോ അല്ലേ? സമയം പോകുന്നു, എനിക്ക് പോകണം. യെസ്, അതെ, ഈ കോൾ കൂടി കഴിഞ്ഞാൽ നമ്മൾ നിർത്തി. പറയൂ സിയാദ്. ഹലോ, ആരിഫ് ഹുസൈനും ജാമിദയും ഒരുമിച്ചാണ്. പറഞ്ഞോളൂ.
എന്താ പേര്? സിയാദ് എന്നാണ് ഇവിടെ കണ്ടേ. വിശ്വാസിയാണോ? വിശ്വാസി എന്ന് വെച്ചാല് നിങ്ങൾ മുസ്ലിമാണോ? മുസ്ലിമാണ്. മുസ്ലിമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും. അങ്ങനെയാണോ? മുസ്ലിമാന്നല്ലേ പറഞ്ഞത്, ഇസ്ലാമാന്ന് പറഞ്ഞില്ലല്ലോ. ഓ ശരിയാണല്ലോ. മുസ്ലിങ്ങളോട് സലാം അടക്കാൻ പാടില്ലല്ലോ. നിങ്ങളാണ് യഥാർത്ഥ മുസ്ലിം. ശരി, കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, പറയൂ, ചോദിക്കൂ. ചോദിക്കുന്ന വെച്ചാൽ ഇന്ന് ഞാനൊരു വാർത്ത ചാനലിലൊരു ഇത് കണ്ട്. എന്താ കണ്ട്? ജനൻ ടിവിയില്. മൂപ്പര് സാക്കിർ മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തനാണ് എന്ന് തോന്നുന്നു. രാഷ്ട്രീയ പ്രവർത്തനാണ്. നേതാവാണ്, യൂത്ത് ലീഗിന്റെ നേതാവാണ് സാക്കിർ അല്ലേ? അവരെ പൊളിച്ചടിക്കുന്നുങ്ങ. അത് ഞാൻ കണ്ട്. നിങ്ങൾക്ക് എന്താ അതിനകത്ത് ചോദിക്കാനുള്ളത്? അതിനകത്ത് ചോദിക്കാൻ എനിക്കൊന്നുമില്ല, കാരണം ഞാൻ പോയി പഠിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനൊന്നുമില്ല. ഷാക്കിർ അതിനകത്ത് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞു എന്നാ പറയുന്നത്. നിങ്ങളുടെ പഠിപ്പ് വെച്ചിട്ട് അതിൽ നിങ്ങൾ കണ്ട കാര്യം ഒന്ന് ഷാക്കിറിനൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഷാക്കിറിന് ഒരു മറുപടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇട്ടേക്കാം, നിങ്ങളുടെ ശബ്ദം. അതിപ്പോ ഞാൻ എന്ത് പറയുന്നത്, അത് ഞാൻ കണ്ടിട്ട് ചിരിയാണ് എനിക്ക് വന്നത് കൂടുതലും. ഷാക്കിർ പറഞ്ഞു സ്ത്രീ ഭരിക്കുന്ന ഇടം അത് ഒരു അങ്ങനെ ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് മുടിഞ്ഞു പോകും എന്ന ഹദീസ്, അത് ഞങ്ങൾ നുണ പറഞ്ഞതാണെന്നാണ് ഹദീസ് പറഞ്ഞു. അങ്ങനെ ഒരു ഹദീസ ഇല്ല എന്നാണ് ഷാക്കിർ പറയുന്നത്. അതേപോലെ സ്ത്രീയെ ഉപമിച്ചത് പട്ടിയോടും കഴുതയോടും, അങ്ങനെ ഒരു ഹദീസ ഇല്ല എന്നാണ് ഷാക്കിർ പറയുന്നത്. അതേപോലെ മറ്റു പല സാധനങ്ങളുണ്ടെന്ന് പറയാം. അങ്ങനത്തെ ഹദീസുകളൊന്നും ഇസ്ലാമിൽ ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊക്കെ? എന്റെ പഠനത്തിൽ കണ്ടേക്കണത് കൂടുതലും ഇസ്ലാമിൽ സ്ത്രീകളെ മടക്കി വായിക്കണം എന്നുള്ള ഒരു ഇതാണ് ഞാൻ കണ്ടേക്കണത്. എങ്ങനെ? കേട്ടില്ല, മനസ്സിലായില്ല. സ്ത്രീകളെ അടക്കി വായിക്കണം, അതായത് നമ്മളെ ഭാര്യമാരാണെങ്കിലും നമ്മൾ അത് അടക്കി വായിക്കണം അവരാ. അങ്ങനെയാണ് എന്റെ സങ്കല്പത്തില് കണ്ടേക്കണത്. പക്ഷെ അത് തെറ്റാണ്. അത് എങ്ങനെയാണ്? പിന്നെ മനസ്സിലായില്ല. എങ്ങനെയാണ്? നമ്മ എങ്ങനെയാണ് ജോലിയായിട്ട് എടുക്കണം, അതുപോലെ തന്നെ അവരെയും ജോലിയായിട്ട് നടക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെയാണോ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്? ഇസ്ലാമിൽ അങ്ങനെയല്ല പഠിപ്പിക്കണത്. അടക്കി വാഴണം അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതാണോ ഉദ്ദേശിച്ചത് പറഞ്ഞത്? ഓ, നിങ്ങൾ മലപ്പുറംകാരാണ്. അടക്കി വായണം. ഓക്കെ, ഇപ്പൊ പിടികിട്ടി. ശരി, വേറെ എന്താണ് ഷാക്കിറിനോട് പറയാനുള്ളത്? വേറെന്ത് പറയാനാണ്? ഇത്രയൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും നിങ്ങൾ എങ്ങനെയാ വിശ്വാസിയായിട്ട് നിലകൊള്ളുന്നപ്പോ? അത് ജനിച്ച കാരണം നിൽക്കുന്നേ ഉള്ളൂ, വിശ്വാസമൊന്നുമില്ല. അപ്പൊ മുസ്ലിമായിട്ട് ജനിച്ചു പോയില്ലോ, അതുകൊണ്ട് നിൽക്കാണ്. ഓക്കെ, അപ്പൊ ഇത് നിസ്കരിക്കാറൊന്നുമില്ല? ഇല്ല. അത് ശരി. അപ്പൊ എക്സ് മുസ്ലിം ആണ് ഒരു വിധത്തിൽ പറഞ്ഞ? അത് പറയാൻ പറ്റില്ല, അത് ഈ അടുത്ത് വന്നതല്ലേ എക്സ് മുസ്ലിം എന്ന് വെച്ചാൽ നിങ്ങൾ മതം വിട്ടു, അതാണ് ഉദ്ദേശിച്ചത്. അതല്ല, എന്നാലും അതിപ്പോ ഈ അടുത്ത് വന്നതല്ലേ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളൊക്കെ ഒരു 10-20 മതം വിട്ടോന്നാ ഞാൻ ചോദിച്ചത്. ഒരു 10-20 കൊല്ലം മുമ്പ് മതം വിട്ടതാണ്. പള്ളിയിൽ പോയിട്ട് ഒരു 20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും പള്ളിയിൽ പോയിട്ട്. സമയം കളയാൻ വേണ്ടി. ശരി, അപ്പൊ എന്തായാലും അപ്പൊ ശരി, അസ്സലാമലൈക്കും. ടീച്ചറോട് എന്തെങ്കിലും പറയണോ? ടീച്ചർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നമ്മളുടെ അവസാനത്തെ കോളറാണ് ടീച്ചർ. പിന്നെ പഠിച്ചോനെ കളഞ്ഞിട്ട് 20 വർഷവും. ഇനി എങ്ങാനും പരലോകം ഉണ്ടെങ്കിലോ, സ്വർഗവും നരകവും ഒക്കെ? അത് നമ്മ കൊറേ ബിരിയാണി തിന്നതാണ്, ഇനിയിപ്പോ തിന്നേണ്ട ആവശ്യമില്ല. വളരെ സ്വാഗതം, വളരെ സ്വാഗതം. ഇതുപോലെ ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കാനാണ് നമ്മൾ ഇത്രയും തല്ലുകൊള്ളുന്നത്. അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. നമുക്ക് അതൊരു ബുദ്ധി വേണം, മനുഷ്യനിക്ക് ഒരു ബുദ്ധി വേണം. ബുദ്ധി ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്കൊരു മാറ്റം വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സ്ത്രീകളെ അടക്കി ഭരിക്കണം അല്ല, സ്ത്രീകൾക്ക് നമ്മളെ പോലെ ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അതാണ്. ഓക്കെ, അതുണ്ടാവണല്ലോ, അതുണ്ടാവണം. അതെന്തായാലും ആ ചോയ്സ് വേണം. കാരണം മുസ്ലിമിൽ മാത്രമില്ലാത്ത ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനിലൊക്കെ ഉണ്ട്. അവരൊക്കെ പെൺപിള്ളേര് പഠിച്ച് വലിയ ജോലി, വലിയ ഇതിലൊക്കെ എത്തുന്നുണ്ട്. അതേപോലെ മുസ്ലിം മാത്രമാണ് അങ്ങനെ എത്താത്തതും. ആ എത്താത്തതിന്റെ ഒരു വാർത്ത പോലും പോന്ന് അങ്ങനെ ഇടവഴിയാൻ പാടില്ല എന്നൊക്കെ കാന്തപുരം പറഞ്ഞു. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത്.
അതാണ് ആ ചർച്ചയിലുള്ള വിളിച്ചത്. ഒരു കാര്യം ഞാൻ സിയാദിനോട് ഒറ്റ കാര്യം ലാസ്റ്റ് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ മതം ഉപേക്ഷിച്ച് മലപ്പുറത്ത് ഇങ്ങനെ ജീവിക്കുന്നു, പേരൊക്കെ തുറന്നു പറയുന്നു, ഇതുപോലെ ആ ഒരു ധൈര്യം എത്ര നാളായി കാണിക്കുന്നു? അതിലെ പറഞ്ഞ 20 വർഷമായിരുന്നു. പുറത്ത് പറഞ്ഞു തന്നെയാണ്, തുറന്നു പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓ, വളരെ വലിയ കാര്യം. അപ്പോൾ താങ്കളൊരു മാതൃകയാണ്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഓക്കെ, സന്തോഷം വിളിച്ചല്ലേ. അപ്പൊ ടീച്ചറെ, ഈ പരിപാടി എങ്ങനെയുണ്ട്? നമ്മളെ കോയ കോളിംഗ് ഈ ലൈവില്? കോയ കോളിംഗ് അടിപൊളി, അപാരമായിട്ടുള്ള ക്ഷമ വേണം കേട്ടോ, വളരെയധികം വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇടയ്ക്ക് ഇതേപോലെ ടീച്ചർ ഒഴിവുള്ളപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലൈവായിട്ട് ഇതേപോലെ കോയമാരെ ഞാൻ ഇങ്ങനെ എൻ്റെ മുതലക്കുളത്തിൽ ഇഷ്ടംപോലെ കോയകളുണ്ട്, ഞാനിങ്ങനെ ഇട്ടിട്ട് തരാം, ടീച്ചർ പൊരിച്ചെടുത്തോളൂ. ഓക്കെ. അപ്പോൾ ടീച്ചറെ, ഇന്നത്തെ സമയം കുറച്ചൊരു 19 മിനിറ്റ് ഞാൻ അധികം എടുത്തിട്ടുണ്ട്, മാപ്പാക്കണം. എന്തായാലും യെസ്, അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇക്കാടെ അടുത്ത് പ്രത്യേക അന്വേഷണം അറിയിക്കുക, നമുക്ക് വീണ്ടും അവിടെ കാണാം. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഞാൻ ടീച്ചർക്ക് വിട തരികയാണ്. 2 വാക്കുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രജകളോട് ഞാൻ പറയട്ടെ, എന്നിട്ട് ബാക്കി. ഓക്കെ, താങ്ക് യു ടീച്ചർ. യെസ്, താങ്ക് യു സോ മച്ച്. ബൈ. യെസ്, അപ്പോൾ നമ്മളുടെ ലൈവ് ഇവിടെ അവസാനിച്ചു. കണ്ടു കാണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയത് എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ സാധാരണ പറയാനുള്ള പോലെ ഈ TV ചർച്ചയിലിരിക്കുമ്പോൾ സമയം ഒരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ ഈ ക്രോസ് ടോക്ക് വരാനും അതുപോലുള്ള സംഗതികളൊക്കെ പല കാര്യങ്ങളും നമുക്ക് മുഴുമിപ്പിക്കാൻ കഴിയാറില്ല, പലതും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ തരത്തിൽ കാര്യങ്ങൾ പങ്കുവെക്കാൻ നമ്മളുടെ ഇടയിൽ ഏറ്റവും അനുയോജ്യയായ ഒരു വ്യക്തി അതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടീച്ചർ തന്നെയാണ്. അതിൽ യാതൊരു തർക്കമില്ല. കാരണം ഈ സ്ത്രീയും ഇസ്ലാമും എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ ഒരു വീഡിയോ എൻ്റെ ഒരു യാത്രയിൽ പോലും തുടക്കത്തിൽ നമുക്കൊരു കാരണമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം ആ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കുക. ഞാൻ പറ്റുമെങ്കിൽ നമ്മളുടെ ചാനലിൽ അതൊന്നുകൂടി സ്ട്രീം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പെർമിഷൻ എടുക്കണം, എന്നിട്ട് നമുക്ക് ചെയ്യാം. അതിനുള്ള വഴി നമുക്ക് ആലോചിക്കാം. നമ്മളുടെ കെട്ടുകഥക്കോയെ പിന്നെ വിളിക്കുന്നുണ്ട്, ചുമ്മാ ഒന്ന് എടുത്തു നോക്കാം എന്താണോ പുതിയ കാര്യം. ഹലോ, കട്ടാക്കിയതാണ്, നിങ്ങൾ സമയം കുറെ എടുക്കുന്നു. കട്ടാക്കിയതല്ലേ, പിന്നെ സമയം വേണം, അല്ലാതെ സമയമില്ലാത്ത ഞാനൊരു ആയത്ത് ഇവിടെ ഒരു സാധനം ഇവിടെ വായിച്ചു, അത് ഖുറാനിലാണോ ഹദീസിലാണോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഖുറാനിലാണോ ഹദീസിലാണോ ചോദിച്ചാൽ അത് സത്യമല്ല. ഖുറാനിൽ എഴുതിയതാണോ ഹദീസിൽ എഴുതിയത്? അതാദ്യം പറയൂ. അത് ഖുറാനിൽ നിന്നാണോ ഞാൻ വായിച്ചത് അതോ ഹദീസിൽ നിന്നാണോ ഞാൻ വായിച്ചത്? ഇത് ഹദീസിൽ നിന്നും ഖുറാനിൽ നിന്നല്ല. നിങ്ങൾ അതിന്റെ ശരിക്കുള്ള ഹദീസും ഖുറാനൊന്നും അല്ല. നിങ്ങൾ കടന്ന് മെഴുകി സമയം കളയരുത്. എല്ലാവർക്കും സമയം വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങൾ ചോദിച്ചതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. നിങ്ങൾ പറയുന്ന ഹദീസാണ്. നിങ്ങളുടെ കയ്യിൽ ഖുറാനുണ്ടോ വീട്ടില്? വീട്ടിൽ ഖുറാനുണ്ട്. ആ, ഒന്ന് എടുക്കുക, പോയി എടുക്കുക. ഞാൻ വെയിറ്റ് ചെയ്തോളാം. അത് അറബി പോയി എടുക്ക്. നിങ്ങൾ ഖുറാൻ ഉണ്ടോ? പരിഭാഷ ഉണ്ടോ വീട്ടില്? പരിഭാഷ ഉണ്ടോ? പരിഭാഷ ഇല്ല, നമുക്ക് പരിഭാഷയുടെ ആവശ്യമില്ല. നമ്മൾ അറബിയാണ് പഠിച്ചത്. ആവശ്യമില്ലാത്ത തരം കോയാണ്. നിങ്ങൾക്ക് അറബി അറിയോ? ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് അറബി അറിയാം. അറബി നമ്മൾ ഓതി പഠിച്ചാണ്. അപ്പൊ അറബിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറബിയിൽ വായിച്ചാലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവോ? അറബിയിൽ വായിച്ച അറബി ഭാഷ എന്ന് പറയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ ഈ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക? ഖുർആൻ അർത്ഥം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു ആയത്ത് വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവോ? അതായത് ഞാൻ പറയട്ടെ, ഖുർആൻ നിങ്ങൾ പറയുന്ന അർത്ഥവും നിങ്ങൾ പറയുന്ന, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ അറബി വായിക്കും. നിങ്ങൾക്ക് അർത്ഥം അറിയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് സത്യത്തിന് ഞാൻ അറബി വായിച്ചാൽ നിങ്ങൾക്ക് അർത്ഥം കിട്ടുമോ? ഞാനിപ്പോ ബാധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു കാര്യം ചോദിച്ചാണ്. ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിച്ചോ. അങ്ങനെ പോയാൽ പറ്റൂല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും. ആദ്യം ഒരു ചെറിയ ചോദ്യം പ്ലീസ്. നിങ്ങൾ സത്യത്തിൽ ഈ കുതിരവട്ടം പപ്പുവിന്റെ ആരെങ്കിലും ആണോ? നിങ്ങൾ കുതിരവട്ടം പപ്പുവിന്റെ ആരെങ്കിലും ആണോ? എനിക്കിപ്പോ പറയാനുള്ളത്, നിങ്ങൾ കുതിരവട്ടം പപ്പുവിന്റെ ആരെങ്കിലും കുറിച്ചല്ല. നിങ്ങൾ ഒരു മതത്തിനെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപിക്കരുത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മതത്തിനെ കുറിച്ച് നിങ്ങൾ മതം വിട്ടവരാണ്. ഒന്ന് പോടുക. നിങ്ങൾ മതം വിട്ടവരല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളിപ്പോ ഇതുപോലെ ഒരു യൂട്യൂബർ ഉണ്ടാക്കി ഞങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണം.
ഫാത്തിഹ ഞാൻ ഓതിയിട്ടുണ്ട്. ഒന്ന് ഓതിയേ, ഒന്ന് ഓത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ല, നിങ്ങളും 10-20 വരെ ഓതി പഠിച്ചതാണല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അത് നിങ്ങൾ ഓതാൻ പാടില്ല. നിർത്തൂ. അത് നിങ്ങൾ ഓതാൻ പാടില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? അന്യമതത്തെ വിമർശിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞില്ലേ? അന്യമതത്തെ കളിയാക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിനൊരു നിയമമുണ്ട്. നിങ്ങളത് പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ എന്താ അടിസ്ഥാനത്തിലാ ഈ പറഞ്ഞ ഈ ഫാത്തിഹയിൽ ഈ ഭാഗം നിങ്ങൾ ഓതിയത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാ ഓതുക? അതിന്റെ അർത്ഥം എന്താ ഒന്ന് പറഞ്ഞേ. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ പറ. നിങ്ങളല്ലേ ഓതി പഠിച്ച ആള്. നിങ്ങൾ ഓതി പഠിച്ച ആളല്ലേ? നിങ്ങൾ ഓതി പഠിച്ച ആളല്ലേ? പറയൂ. അപ്പൊ അതിന്റെ അർത്ഥം പറയൂ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. കോയ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറ. ഖുർആനിൽ ആരെയും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറ. അതിനർത്ഥം നിങ്ങൾ പറ. നിങ്ങളല്ലേ ഓതി പഠിച്ച ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറ. എനിക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല. ഇതിപ്പോ എവിടെ കിടക്കണം? നിങ്ങൾ പഠിച്ചിട്ട് എനിക്ക് നിങ്ങൾ എന്താ പറഞ്ഞത്? മറ്റു മതത്തെ വിമർശിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങളോട് ഫാത്തിഹ ഓതാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഫാത്തിഹ ഓതുകയും ചെയ്തു. ഫാത്തിഹയിൽ ഈ പറഞ്ഞ ഭാഗത്തിന്റെ അർത്ഥം നിങ്ങൾ പറയും. നിങ്ങൾ പറയേ. നിങ്ങളല്ലേ ഓടി പഠിച്ച ആള്. എന്നെക്കാളും കൂടുതൽ മതം അറിയാന്നല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ള സത്യത്തിന്റെ ഇതാണ് പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ അതിന്റെ അർത്ഥം പറയും. ഞാൻ പറഞ്ഞ പറയും അതല്ല അതിന്റെ അർത്ഥം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അർത്ഥം പറയില്ല. ഇല്ല ഞാൻ പറയൂല. ഞാൻ ഏത് അർത്ഥം പറഞ്ഞാലും നിങ്ങൾ പറയും അത് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ആയിക്കോട്ടെ, സമ്മതിച്ചു. അപ്പൊ നിങ്ങൾ പറയും. ഞാൻ ചോദിക്കുന്ന അതൊന്നുമല്ല. നിങ്ങൾ പറയും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറയും. നിങ്ങൾ വേറെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. അതിന്റെ അർത്ഥം നിങ്ങൾ പറ. നിങ്ങൾ പറയാ അതിന്റെ അർത്ഥം പറയാദ്യം പറയേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പുറത്ത് മാരിയത്തിൽ വിദ്യ നിൽക്കുന്നില്ലേ? അതില് കൊല്ലാനോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളെ അധിക്ഷേപിക്കാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ അടുത്ത് മാരിയത്തിൽ വിദ്യ നിൽക്കുന്നില്ലേ? ചോദിച്ചിട്ട് പറ. ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവോ ഒരു മതത്തിനെയും കൊല്ലാൻ പറയുന്നില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി നിങ്ങൾ പറയൂ. നിങ്ങൾ ചോദിച്ചതിന്റെ ബാക്കി ആദ്യം തീർത്തിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം. നിങ്ങളുടെ ചോദ്യം നിൽക്കട്ടെ. അതിന്റെ ബാക്കി ആദ്യം പറഞ്ഞിട്ട് നമ്മൾ പോയാൽ മതി. നിങ്ങൾ ആദ്യം ഇത് പറയൂ. നിങ്ങൾ പറഞ്ഞു നമ്മളോട് വേറെ മതമൊന്നും വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ? മതം നമ്മൾ എന്തിനായി വിമർശിക്കണ? കളിയാക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞോ? ഖുർആൻ ഒരു മതത്തിനും കളിയാക്കാൻ പാടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഈ ഫാത്തിഹ എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓതാൻ കഴിയും? കാരണം ഫാത്തിഹയിൽ കിടക്കുന്നത് അന്യമത നിന്ദയാണ്. അന്യമത നിന്ദ ഇല്ല. അപ്പൊ നിങ്ങൾ ഇതിന്റെ അർത്ഥം പറയും. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ പറയും. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ അതിന്റെ അർത്ഥം പറയും. അവന്റെ മതമാണ് നല്ലത്. ഒരു ക്രിസ്ത്യാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതമാണ് നല്ലത്. മെഴുകൽ അവിടെ നിർത്തൂ പ്രിയപ്പെട്ട പപ്പു കോയ, പ്ലീസ്. പപ്പു നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ പപ്പുവിന്റെ ആരെങ്കിലും? ഈ വിളിയാണ് കുഴപ്പം. നിങ്ങൾ പപ്പുവിന്റെ ആരെങ്കിലും? വേറൊരു കാര്യം, നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ വളരെയധികം നൊസ്റ്റാൾജിയ വരുന്നു. പപ്പുവിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനത്തെ മെയ്ദീനെ അതാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കത് തോന്നും. എന്തായാലും അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഏതായാലും ഉത്തരം പറയാൻ പോകുന്നില്ല. നിങ്ങൾ പോയിട്ട് മദ്രസയിൽ ചേർന്നിട്ട് പഠിക്കുക. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് മാരിയത്തിൽ വിദ്യ ഉണ്ടല്ലോ, മാരിയത്തിൽ വിദ്യ ചോദിച്ചിട്ട് പഠിക്കുക. ഇനി ചോദിക്കാം. നിങ്ങളുടെ സമയം കഴിഞ്ഞു. നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇനി അതും കൂടി വേണം പറഞ്ഞുതരാം. ജോസഫ് മാസ്റ്റർ കൈപറ്റിയ കാര്യം പറയുന്നുണ്ടല്ലോ. ഇവിടെ മുസ്ലിങ്ങള് ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കി. അത് മുഹമ്മദ് നബിയെ കുറിച്ചൊരു ചോദ്യപേപ്പർ തയ്യാറാക്കി. അതിന്റെ പേരിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ 3-4 പേര് കൂടി അയാളെ കൈപറ്റി. അത് തെറ്റ് തന്നെയാണ്. അതിന് മതവുമായിട്ട് ബന്ധമില്ല. അത് വ്യക്തിപരമാണ്. അത് വ്യക്തിപരമാണ്. പിന്നെ വ്യക്തിപരമല്ല. 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന 5:33 നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടോ ഇല്ലേ? പറയുന്നത് ഇതായിട്ട് 5:33 നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? 5:33, 6:33 ഒക്കെ അവിടെ നിൽക്കട്ടെ. അത് നിൽക്കാൻ പറ്റൂലല്ലോ. അത് വ്യക്തിപരമാണെന്ന് പറഞ്ഞ് മെഴുകി അങ്ങ് പോകാൻ നമ്മൾ സമ്മതിക്കില്ല. നിങ്ങൾ പറയുന്നത് അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് 5:33 നിങ്ങൾ ഖുർആൻ എടുക്ക്, ഖുർആൻ എടുത്ത് വായിക്കേ. ആരും മുസ്ലിങ്ങളല്ല ഭായി, അത് മുസ്ലിങ്ങളാണ്, അത് ഇസ്ലാമിന്റെ നിയമമാണ്. എടുത്ത് വായിക്കേ. മുസ്ലിം നാമധാരികളായതുകൊണ്ട് മുസ്ലിം ആവുന്നില്ല. അപ്പൊ നിങ്ങൾ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിമാണോ? ഞാൻ മുസ്ലിം. നിങ്ങളുടെ പേര് നൗഫൽ എന്നല്ലേ? എന്താ മുഹമ്മദ് നൗഫലോ? എന്താ മുഴുവൻ പേര്? നൗഫൽ. ഞാൻ മുഹമ്മദ് നൗഫലോ? മുഹമ്മദ് നൗഫൽ. നിങ്ങൾ മുസ്ലിമാണോ? ഞാൻ മുസ്ലിമാണ്. എന്താ തെളിവ്? എന്താ തെളിവ്? ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മയും ഉപ്പയും മുസ്ലിമാണ്. അതന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമാണോ അല്ലേ? നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ? ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു സാധനം ഇസ്ലാമിലെ നിയമം നടപ്പിലാക്കിയാൽ അത് ഇസ്ലാമിന്റെ നിയമമാവോ ഇല്ലേ? നിങ്ങൾ ഇസ്ലാമിൽ ഒരു നിയമം നടപ്പിലാക്കിയാൽ ഖലീഫയായി എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്നിട്ട് ഇസ്ലാമിൽ ഒരു നിയമം നടപ്പിലാക്കുകയാണെന്ന് വിചാരിക്കുക. അത് ഇസ്ലാമിക നിയമം തന്നെയല്ലേ എപ്പോഴും? അല്ലേ? ഈ 5:33 സാധനമല്ലേ ഇവിടെ ആ പറയുന്ന ആളുകൾ ചെയ്തത്? ഞാൻ ഒരു വാക്യം വായിക്കാം. അത് ഹദീസിലാണോ ഖുറാനിലാണോ നിങ്ങൾ പറയാം. അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കേൾക്കൂ. എല്ലാ മതത്തിലും അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ തൽക്കാലം ജോസഫ് മാഷിന്റെ കൈവെട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോകാം. നിങ്ങൾ അവിടെ നിൽക്കൂ. പോലെ നിങ്ങൾ പറയണ ഇടയ്ക്ക് കയറല്ലേ? ഇടയ്ക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, ഇടയ്ക്ക് കയറാൻ പറ്റില്ല. ഇത് വായിക്കുന്നത് മുഴുവൻ നിങ്ങൾ കേൾക്കുക. ഓക്കെ, ഇത് ഖുറാനിലാണോ ഹദീസിലാണോ എന്ന് ആദ്യം പറയാം. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറയും, ഇല്ലെങ്കിൽ മാരിയത്തിൽ കിപ്തിയാരുടെ അടുത്ത് ചോദിച്ചിട്ട് പറയാം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നെടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർ വശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. ഇതിലെ ഈ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടിക്കളയുക എന്ന് ഇതിനകത്ത് എഴുതിയ സാധനമാണ് ജോസഫ് മാഷിന്റെ മേത്ത് നടത്തിയത്. ഇത് ഖുറാനിലാണോ ഹദീസിലാണോ? പറയും. ഖുറാനിലാണോ ഹദീസിലാണോ? ഈ ഖുറാനും ഹദീസൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് അറിയുന്ന ഖുറാനും ഹദീസ് ഒന്ന് പറഞ്ഞു തന്നട്ടെ. ഞങ്ങള് പറയുന്ന ഖുറാൻ ഹദീസിൽ ഒരു മതത്തിനെയും നമ്മൾ വിശ്വസിച്ചില്ല നിന്ദിക്കരുതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഏതാ കിതാബ് ഒന്ന് പറഞ്ഞുതരൂ. ഏതാ കിതാബ്? അത് ഞാൻ പഠിച്ച ഖുറാനിലുണ്ട്. അത് ഏത് ഖുറാനിലെ ഏത് ഭാഗത്താ പറഞ്ഞിരിക്കണെന്ന് പറയും. ഖുറാനിലുണ്ട്. ഏത് ഭാഗത്താണ് പഠിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും പറയാൻ നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയണല്ലോ. അപ്പൊ പിന്നെ അത് അറിഞ്ഞിട്ട് പറയുന്നത് നമ്മളെ വന്നിട്ട് തിരുത്താൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടാണ് പറയുന്നത്. അന്ന് എവിടെയാന്ന് പറ. ഒരു അന്യന്റെ മയ്യത്ത് കൊണ്ടുവരുന്ന കണ്ടിട്ട് എണീറ്റ് നിന്ന് ബഹുമാനിച്ച ആളാണ് ഞങ്ങൾ നബി അങ്ങനെ ചെയ്തത് അറിയാതെ ചെയ്തു പോയതാണ്. അത് ജൂതനല്ല എന്ന് അറിഞ്ഞപ്പോ എന്നാ ഇനി മേലാൽ എഴുന്നേറ്റ് പോകരുതെന്ന് പറഞ്ഞു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു മതത്തിനെയും നിന്ദിക്കാൻ അല്ലാതെ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ വേറൊരു കാര്യം, മറ്റു മതങ്ങളെ നിന്ദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാബയുടെ മുകളിലേക്ക് തീട്ടം വലിച്ചെറിയിപ്പിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഒരു മുസ്ലിം മറ്റു മതങ്ങളെ നിന്ദിച്ചിട്ടുണ്ട്. കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് കേൾക്കൂ ഞാൻ പറയണൊന്നല്ല, ഇതൊക്കെ ഹദീസിലുള്ള കാര്യം ചരിത്രത്തിലുള്ള കാര്യം. കാബ പിടിച്ചെടുക്കുന്ന കേൾക്കൂ ഓക്കെ. കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് കേൾക്കൂ മിസ്റ്റർ കോയ. കാബ പിടിച്ചെടുക്കുന്ന സമയത്ത് അവിടെ നബി കൈകൊണ്ട് തല്ലി പൊട്ടിച്ച വിഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് പറയൂ. ഓപ്ഷൻ വേണമെങ്കിൽ പറയാം. 72, 32, 360, 4. എത്ര എണ്ണം പറയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹങ്ങൾ തല്ലി പൊട്ടിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. ഹദീസ് ഉണ്ടല്ലോ, നമുക്ക് ഹദീസ് ഇവിടെ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. വിഗ്രഹങ്ങൾ എറിഞ്ഞുടച്ച ആരാന്നറിയോ? ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബി അത് വേറെ കഥയുണ്ട്. അത് ഓർമ്മിപ്പിച്ചതിന് നിങ്ങൾക്ക് പ്രത്യേക ഹൂറി പരാമർശമുണ്ട്. പോട്ടെ, മുഹമ്മദ് നബി തള്ളി പൊട്ടിച്ച വിഗ്രഹങ്ങൾ എണ്ണ എത്ര എന്ന് പറ. അതൊന്നും നമുക്കറിയില്ല. നമ്മള് ഞാൻ അതിന്റെ വാക്യം ഞാൻ ഇവിടെ ഞങ്ങളുടെ നബി എന്ന് പറഞ്ഞാൽ എല്ലാ ഇതിലും ഇതാണ്. ഒരു ആൾക്കും ശത്രുക്കൾക്ക് പോലും ഒരു തിന്മ പറയാൻ പറ്റാത്ത നബിയാണ് അങ്ങനെയുള്ള നബി. നിങ്ങൾ പറയുന്ന ഹദീസല്ലേ ഭായി? നിങ്ങൾ പറയുന്ന ഹദീസല്ലേ? ആ ഹദീസ് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് കഴിച്ചിട്ട് കല്യാണക്കുറി കള്ള ഹദീസാണ്.
നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ജബ്ബാർ മാഷ് എഴുതി തരുന്ന ഹദീസല്ലേ? ജബ്ബാർ മാഷോ രവിചന്ദ്രൻ എഴുതി തരുന്ന ഹദീസാണ്. അത് ഞങ്ങൾക്ക് കേൾക്കണ്ട. ഒരു കള്ള ഹദീസ് നമുക്ക് ഞങ്ങൾക്ക് സത്യ ഹദീസ് ഉണ്ട്. സ്വതന്ത്ര ചിന്തകനായ ബുഖാരി എഴുതിയ ഹദീസാണ് കേട്ടോ. അതെ, ഇവിടെ കാണാം. The prophet entered Mecca and there were 360 idols. അതായത് മുഹമ്മദ് നബി മക്കയിൽ പ്രവേശിച്ചു. മക്ക വിജയത്തിന്റെ സമയത്ത് അവിടെ 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കഅബയിൽ, around the Kaaba. He started stabbing the idols with a stick. എന്നിട്ട് മുഹമ്മദ് നബി എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് അതിനെ തല്ലാൻ തുടങ്ങി, പൊട്ടിക്കാൻ തുടങ്ങി. ഹി ഹാഡ് ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് റിസൈഡിങ് ട്രൂത്ത് ഹാസ് കം ആൻഡ് ഫോൾസ്ഹുഡ് ഹാസ് വാനിഷ്ഡ് എന്ന് പറഞ്ഞ് തല്ല്. ഇതാണ് അവിടെ ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഹദീസിൽ കാണാം. എന്നിട്ട് ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു തല്ലി പൊട്ടിക്കണട എന്ന് പറഞ്ഞു. ഇതാണ് ഇസ്ലാമിലെ കഥ. കെട്ടുകഥക്കോയ്ക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ കെട്ടുകഥക്കോയ പാർട്ട് 2 റീലോഡ്, അതിൽ നമ്മൾ ഇതെല്ലാം വീണ്ടും നമ്മൾ ഒറ്റ കാര്യം കൂടെ പറഞ്ഞോളൂ. ഇപ്പം ഈ ജോസഫ്മാരുടെ കൈവിട്ടിയല്ലോ. അപ്പൊ അത് ഇപ്പൊ ഒരു മുസ്ലിമാണ് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയെന്നിരിക്കട്ടെ, ഈ ക്രിസ്ത്യാനിയോട് ഇത് തന്നെ ചെയ്യും? ഇല്ല, ചെയ്യും. അതെന്താ ഉറച്ച് ചെയ്യാൻ നിങ്ങൾ ചെയ്തിട്ടില്ല? ഓക്കെ, പറഞ്ഞു നോക്കി. നിങ്ങളൊരു ക്രിസ്ത്യാനെ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാനിവിടെ പോസ്റ്റ് ഇട്ടിട്ട് ഒരു യേശുക്രിസ്തുകാരനും വന്നിട്ട് ഒരു അൽഫോൻസാമനെ കുറിച്ച് ഒരു അച്ഛനെ കുറിച്ചോ ഏതെങ്കിലും ഒരു ബൈബിളിനെ കുറിച്ചോ നിങ്ങളൊന്ന് വേണ്ടാതീനം പറഞ്ഞു. നിങ്ങൾക്ക് ധൈര്യം നിങ്ങളൊന്ന് പറയും. നിങ്ങളെ തല വിട്ടോന്ന് നമുക്കൊന്ന് കാണാലോ. നിങ്ങളൊന്ന് പറയും. യേശുക്രിസ്തുവിനെ രണ്ടെണ്ണം അതെന്താ പേടിയുണ്ടോ? ഞാൻ ഇപ്പൊ ഞങ്ങളുടെ ഈ ഈരാറ്റുപേട്ട എന്ന് പറയുന്നിടത്ത് തീക്കോയി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തിങ്ങിപ്പറയുന്ന സ്ഥലമാണ്. ഞാൻ അവിടെ പോയിട്ട് ഒരു ഭിത്തിയിൽ എഴുതി വെക്കില്ല അവരുടെ മതത്തിനെ കുറിച്ച് ആള്. അടികിട്ടും. അപ്പം വേറെ കാര്യങ്ങളെ അപ്പൊ അത്രയും ഒരു ബുദ്ധിയും ഇല്ലാതെ എനിക്ക് ആ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഈ ഇത്രയും ബുദ്ധിയുള്ള പ്രൊഫസർക്ക് ഒരു കോളേജ് അധ്യാപകനാണല്ലോ പുള്ളി. ആ പുള്ളി എന്തുകൊണ്ട് ഇത്ര ഈ ലോകത്ത് കോടാനകോടി വിഷയങ്ങളുള്ള ഉള്ളപ്പം ഈ മുഹമ്മദിനെ തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ അവിടെ. മുഹമ്മദിന്റെ ഇത് അതൊരു പുസ്തകത്തിലുള്ള സാധനം. എന്തുകൊണ്ട് ഇനി പറയാം, പോട്ടെ, മൂപ്പരെന്താ തെരഞ്ഞെടുത്തുള്ളത് പോട്ടെ. പക്ഷെ എന്തുകൊണ്ട് കൈവെട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൈവെട്ടിയ ആളുകളൊക്കെ നിങ്ങളെ മാതിരിയായിരുന്നു, വന്ന ഉദികളായിരുന്നു. ഓക്കെ, അപ്പൊ ശരി, കോയച്ചല് ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ തീരൂല. അപ്പൊ ഇതാണ് കഥ. അപ്പൊ എഡിറ്റർ ബ്രോ, നമുക്കുള്ള പണിയായി. ഓക്കെ, കട്ട് ചെയ്തിട്ടോളൂ. നമുക്കുള്ള കോണ്ടന്റ് നമ്മുടെ കോടതി ചെലവ് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും, ഒരു സംശയവും വേണ്ട. ഓക്കെ, എത്ര കോയമാർ വിളിക്കുന്നോ അത്രയും കണ്ട് എൻ്റെ കോടതി ചെലവാണ് ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ എന്നെക്കൊണ്ട് എൻ്റെ ഒരു ഫോണാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു ഐഫോൺ കൊടുക്കേണ്ടി വന്നു അവർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മളിവിടെ തിരിച്ചു പിടിച്ചിരിക്കും, ഡോണ്ട് വെറി. അപ്പോൾ ഇതാണ് കഥ. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. മൂപ്പര് പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എടുക്കണ്ടല്ലോ, നിങ്ങൾ പറയും. എനിക്ക് വയ്യ, വിശക്കുണ്ട്, പള്ള തള്ളയ്ക്ക് വിളിക്കണ്ട, അതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അവസാനം ഒരു ഭീഷണിയല്ലേ ഉണ്ടായത്? അതെ, ഭീഷണി തന്നെയാണ് ഉണ്ടായത്. പുള്ളിക്ക് എന്താ വെച്ചാൽ ക്രിസ്ത്യാനികൾ വാളെടുക്കുന്നില്ല, അതാണ് പുള്ളിയുടെ പ്രശ്നം. അവരും കൂടി വാളെടുത്തിട്ട് വേണം അതേ കണ്ടില്ല അവരും വാളെടുക്കുന്നു എന്ന് പറയാൻ. അത് നടക്കില്ല. ഇതാണ് കഥ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട നൗഫൽ അറിയാൻ വേണ്ടിയിട്ട് പറയും. മുഹമ്മദ് നൗഫൽ എന്നല്ല പേര് പറഞ്ഞു. അതെ, അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന മാതിരി അല്ല ഇവിടെയുള്ള ഭൂരിപക്ഷം മുസ്ലിങ്ങളും ചിന്തിക്കുന്നത്. അവർ ഇസ്ലാം പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു വാക്യം വായിച്ചു കഴിഞ്ഞാൽ അത് ഹദീസുകളാണോ ഖുർആനിലാണോ എന്ന് പോലും തിരിച്ചറിയാത്ത നമ്മളുടെ എഡിറ്റർ ബ്രോ ഇട്ട ആ ടൈറ്റിലാണ് എനിക്ക് ഓർമ്മ. ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാത്ത ആളാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. ഏതെങ്കിലും സുഹിരിയോ വല്ല ഹൈത്തമിയോ അല്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടെങ്കിൽ ഒന്ന് വന്ന് ഇസ്ലാമിനൊന്ന് രക്ഷിച്ചു കൊടുക്കുക എൻ്റെ പൊന്നണ്ണന്മാരെ. ഇതേപോലെയുള്ള പാവം പിടിച്ച ആളുകളെ ഒന്നും പിടിച്ചു വിട്ടിട്ട് ഇതേപോലെയുള്ള ഊക്ക് മുഴുവൻ ഇസ്ലാമിന് വാങ്ങിച്ചു കൊടുക്കുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇത് കുറച്ച് കാലം കൂടിയൊക്കെ തള്ളി നീക്കിയൊക്കെ പോകണം എന്ന ഒരാഗ്രഹം എനിക്കുണ്ട്. കാരണം കോടതി ചിലവ് കുറേ ഉള്ളതാണ്, തിരിച്ചു പിടിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ബിരിയാണി തീറ്റ മുറ്റിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ തീരൂല.
അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പരമാവധി നമ്മളുടെ ഈ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങളുടെ ഭാഗമാകാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് ആദ്യവും അവസാനവും പറയാനുള്ളത്. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി ഉറങ്ങേണ്ട സമയമാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.